embark on this farewell event with warmth and appreciation. So once again, we welcome you all to STAR 2K24. Let's begin this function with a prayer. I request the choir members to come forward and lead us with the prayer. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. The memories we collect and give brighten our life as long as we live. നമുക്ക് തന്ന മധുരമായ ഓർമ്മകളും സ്നേഹബന്ധങ്ങളും ഒക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഓർത്തെടുക്കും. ഇനി ഫെയർവെല്ലിന് നമുക്ക് നമ്മുടെ ടീച്ചേഴ്സ് നല്ലൊരു പേര് നൽകിയിട്ടുണ്ട്. ഈ ബാനറിൽ നോക്കിയാൽ കാണാം, ഷാവോ 2K24 ഫെയർവെൽ. അതിനൊരു മനോഹരമായ അർത്ഥം കൂടിയുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരും അത് ഉപയോഗിക്കാറില്ല, കാരണം അവർക്കത് ഇഷ്ടമില്ല. അതിൻ്റെ അർത്ഥം എന്നത് ഗുഡ് ബൈ എന്നാണ്. നമ്മൾ ആരും പറയാൻ അധികം ആഗ്രഹിക്കാത്ത ഒരു വാക്കാണ് ഗുഡ് ബൈ. ആദ്യമായി തന്നെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷത അലങ്കരിക്കുന്ന മാനേജർ അച്ഛൻ ഫാദർ ബിബിൻ മഞ്ചപ്പള്ളി അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ ഇവിടെ എത്തിയിട്ടില്ല, എന്നാലും അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഈ പരിപാടിയിൽ നമുക്ക് ക്ലോത്ത് ടേക്ക് സെറമണി അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ ഫാദർ സിബി മാനുവൽ അച്ഛനാണ്. അച്ഛനെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം അർപ്പിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചേഴ്സ് ആണ്. അവർ 3 പേരും ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫ് സെക്രട്ടറി ജിഷ മിസ്. ഇവരെ നോക്കുമ്പോൾ ചില വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ദ ഗുഡ് ടീച്ചർ എക്സ്പ്ലെയിൻ, ദ സുപ്പീരിയർ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ്, ദ ഗ്രേറ്റ് ടീച്ചർ ഇൻസ്പയർ എന്നൊരു തോട്ട് ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇവരിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരെ 3 പേരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, Ashbin. A good teacher can inspire hope, ignite the imagination, and instill a love of learning. I invite the Staff Secretary, Ms. Jisha Matthew, for facilitating this function. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, മറ്റ് സഹപ്രവർത്തകരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സ്റ്റാഫ് സെക്രട്ടറി ആയിട്ട് പറയണോ അതോ ക്ലാസ് ടീച്ചറിൻ്റെ അസാന്നിധ്യത്തിൽ അതിൻ്റെ കൂടെ ചുമതല വഹിച്ച ആളെന്ന നിലയിൽ പറയണോ എന്ന് എനിക്കറിയില്ല. സ്റ്റാഫ് സെക്രട്ടറി എന്ന നിലയിൽ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ആസ് എ ക്ലാസ് ടീച്ചറിൻ്റെ അസാന്നിധ്യത്തിൽ ഈ ക്ലാസ്സിനെ കുറിച്ച് 2 വാക്ക് പറയാൻ എന്നോട് പലരും പറഞ്ഞു. ഇപ്പോൾ 2 വാക്കേ ഉള്ളൂ. നല്ല മിടുക്കരായ കുട്ടികളാണ് +2 സയൻസിലെ എല്ലാ കുട്ടികളും. അതിൻ്റെ ഒരു കാരണം അവരെ നയിക്കുന്നത് ചെഗുവേരയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും, മിടുക്കരായ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. Thank you, Miss. We are truly privileged to have such incredible mentors guiding us through our academic journey. Let's invite the amazing teacher of commerce, Miss Anu, to address the gathering. Okay. എല്ലാവർക്കും നമസ്കാരം. Good morning to the principal, Sibi Acha, that is manager father, Bibin Acha, then staff secretary, Jisha teacher, student representatives, my colleagues and my dear students. Today is a very special day, as you all know. Today is a farewell of our dear students. Today, I am standing here as a class teacher of +2 Commerce. But when I talk about
our students, that's our students, I would like to say that each and every student of commerce is very talented, very efficient, and what else? They are very good-mannered students. Though there were lots of certain problems recently or occasionally, but we were able to solve it with the help of our principal, our efficient principal, strong principal, Sibi Father. But we overcome all these problems, and I think commerce students are becoming one of the best students of St. Mary's Higher Secondary School. Yes. And what else is, now, the world is very competitive. As you know, it's a very competitive world, then that is, you have to study a lot. It's a very competitive, that is, the thing which I want to make you remember is that life is not a competition with others, but you have to take it as you have to make it as the best version of yourself. Otherwise, you have lots of exams coming way. That is, you have to study very well and do exams very well, so that all the success, happiness and joy may come on your way. And last and not the least, let me tell you something. Thank you, each and every one of you, for being the students of St. Mary's Higher Secondary School. And lastly, may I take the name of today's your farewell, that is Chow. That's what do you mean? I think you all know what's the name. What is the meaning of that? That's, without saying that, I may tell you all, Chow to you all. Thank you. Thank you, Anu Miss. Let's keep the energy going as we welcome the esteemed class teacher of Humanities, Miss Deepa George, to share her experience. പ്രിയമുള്ളവരെ, ഈ ഫെയർവെൽ ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നന്മകൾ നേരുന്നു. ആസ് എ ടീച്ചർ എപ്പോഴും വളരെ സ്നേഹത്തോടും കൗതുകത്തോടും കൂടിയാണ് നിങ്ങളെ ഓരോരുത്തരെയും നോക്കിക്കാണുന്നത്. +2 സയൻസ് ബാച്ചിനെ നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും വളരെ ഇഷ്ടവും സ്നേഹവും കൂടുതൽ തോന്നിയിട്ടുണ്ട്. കാരണം അവർ ഭയങ്കര സ്റ്റുഡിയസ് ആണ്. എന്താ പറയുക, പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ ബാച്ചിനെ ഞാൻ എടുത്തു പറയുകയാണ്. വളരെ മര്യാദയോടുകൂടി വളരെ പക്വമായും പെരുമാറിയ സയൻസ് ബാച്ചുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല. എൻ്റെ എൻ്റെ സന്തോഷവും സ്നേഹവും നിങ്ങളെ അറിയിക്കുകയാണ്. +2 സയൻസിനെ അറിയിക്കുകയാണ്. +2 കൊമേഴ്സ് ബാച്ച്, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എൻ്റെ തൊട്ടടുത്ത സീറ്റിലാണ് സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ +2 കൊമേഴ്സിൻ്റെ ഓരോ സ്പന്ദനങ്ങളും നിങ്ങളുടെ ക്ലാസ്സിലെ ഓരോ കാര്യങ്ങളും കുറേയൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്രയും വൈബ്രൻ്റായ കൊമേഴ്സ് ബാച്ചിന് എല്ലാ നന്മകളും നേരുന്നു. +2 ഹ്യൂമാനിറ്റീസിൻ്റെ ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. +1 ക്ലാസ് ആരംഭിക്കുമ്പോൾ ഏതാണ്ട് 65 കുട്ടികളുമായി തുടങ്ങിയ ക്ലാസ്സാണ്. ആദ്യമേ സത്യം പറഞ്ഞാൽ ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വന്ന എല്ലാവർക്കും മറ്റു സ്കൂൾ വേണം, സ്കൂൾ ട്രാൻസ്ഫർ വേണം എന്നൊക്കെയായിരുന്നു പലരുടെയും ആഗ്രഹം. അങ്ങനെ 3 പേര് TC വാങ്ങി സ്കൂളിൽ നിന്നും പോയി. ബാക്കി 62 പേര് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. എന്താ പറയാ, പഠന വിഷയങ്ങളാണെങ്കിലും നമ്മുടെ ജസ്റ്റ് ഒരു മാർക്ക് മിസ് ചെയ്ത അനുപ്രിയ മുതൽ വളരെ സ്റ്റുഡിയസ് ആയ നല്ല പഠിക്കുന്ന മിടുക്കരായ ഒരുപറ്റം വിദ്യാർത്ഥികൾ, ഒപ്പം സ്പോർട്സിലും ആർട്സിലും തിളങ്ങിയ കുറേ കുട്ടികൾ. എന്താ പറയുക, ഒരു ആനുവൽ സ്റ്റഡി ടൂറിന്റെ കേസൊക്കെ ആലോചിച്ചാൽ എനിക്ക് എപ്പോഴും അഭിമാനമാണ്. എല്ലാ അർത്ഥത്തിലും അച്ചടക്കത്തിലും മര്യാദയിലും എന്താ പറയാ, ഒരു രേഖകളും ലംഘിക്കാതെ ഏറ്റവും മനോഹരമായ സ്റ്റഡി ടൂർ ആയിരുന്നു +2 ഹ്യൂമാനിറ്റീസിൻ്റെത്. സെന്റ് മേരീസിന്റെ എല്ലാ പൊതുപരിപാടികളിലും +2 ഹ്യൂമാനിറ്റീസ് അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. എന്ത് കാര്യത്തിന് വിളിച്ചാലും, ഹോൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ക്രിബ് ഉണ്ടാക്കണമെങ്കിലോ എന്ത് കാര്യത്തിനും അവരെ എപ്പോഴും ഒറ്റക്കെട്ടായി ഒരു ഫീലിങ്ങോടുകൂടി നിന്നിട്ടുണ്ട്. എല്ലാ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും
സ്നേഹം നിറഞ്ഞ ആശംസകൾ എല്ലാം അർപ്പിക്കുന്നു. ഇന്ന് ഈ ഫെയർവെൽ സ്പീച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ജസ്റ്റ് ഒരു വാക്കാണ്, ട്രൈ ടു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ബഹുമാനപ്പെട്ട മാനേജർ വേദിയിലേക്ക് കടന്നു വരുന്നു. ട്രൈ ടു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മൾക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് നമ്മൾ തന്നെയാണ്. ലവ് യുവർ സെൽഫ് ബെറ്റർ, ട്രീറ്റ് യുവർ സെൽഫ് ബെറ്റർ, ഈറ്റ് വെൽ. ഇതൊക്കെ ഭയങ്കര വലിയ കാര്യങ്ങളാണെന്ന് ഒരു പക്ഷേ നിങ്ങളുടെ പ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ വിചാരിക്കുകയാണ്, ആക്ച്വലി ഏറ്റവും വലിയ അസറ്റ് എന്നുള്ളത് നിങ്ങളാണ്. യു ട്രീറ്റ് യുവർ സെൽഫ് ബെറ്റർ, ലവ് യുവർ സെൽഫ് ബെറ്റർ, ആൻഡ് try to treat always you as the best one in the world. Okay, see you all, wish you all the best. Thank you, Deepa Miss. Words have power, and when you speak, you give them life. May I now call upon our manager, Reverend Father Bibin Manjapallil, for words of courage. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിബിയച്ച, ബിനേഷച്ച, പ്രിയ അധ്യാപകരെ, ഏറ്റവും പ്രിയമുള്ള കുട്ടികളെ, ഇപ്പോൾ ഹാപ്പി എല്ലാവരും അല്ലേ? പരീക്ഷയ്ക്ക് അടുത്ത് വരുന്നുണ്ടെങ്കിലും എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം ഫെയർവെൽ അതൊരു സമ്മിശ്ര വികാരമാണ്. സന്തോഷവും ദുഃഖവും ഒക്കെ കൂട്ടിച്ചേർന്ന ഒരു അവസരമാണ് ഫെയർവെൽ എന്ന് പറയുന്നത്. ഇപ്പോൾ SLCയുടെ സമയത്ത് ഇതുപോലെ തന്നെ ഫെയർവെൽ ഉണ്ടായിരുന്നു. എല്ലാവരും മനോഹരമായി സന്തോഷമായി ആ സമയത്ത് ചിലവഴിച്ചു. അവിടെ ഈ കോവിഡ് കാലമായതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. SLC സെൻഡ് ഓഫ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഈ പ്രാവശ്യം അവിടെ സെൻഡ് ഓഫ് വളരെ മനോഹരമായിട്ട് കഴിഞ്ഞ ആഴ്ച നടക്കുകയുണ്ടായി. ഇപ്പോൾ നമുക്കറിയാം സെൻഡ് ഓഫ് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വികാരഭരിതമായ ഒരു അന്തരീക്ഷമാണ്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് രണ്ടാമത്തെ സെൻഡ് ഓഫാണ് എനിക്ക് തോന്നുന്നു. SLC കഴിഞ്ഞൊരു സെൻഡ് ഓഫ് കിട്ടി, ഇപ്പോൾ +2 കഴിഞ്ഞ് അടുത്ത സെൻഡ് ഓഫ്. ഒത്തിരി സെൻഡ് ഓഫ് മേടിക്കാൻ വേണ്ടിയിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ ആ അവസരത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾ വളർന്നിരിക്കുന്നു. SLCക്ക് വിജയിച്ച് വീണ്ടും +2 നിങ്ങൾ പരീക്ഷ എഴുതി വിജയിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഒത്തിരി പക്വതയുള്ള കുട്ടികളായിട്ട് നിങ്ങൾ മാറിയിരിക്കുന്നു ഈ അവസരത്തിൽ. കാരണം SLCയുടെ ആ സമയത്തുള്ള പക്വതയിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. ഒത്തിരി ജീവിതത്തെ പറ്റിയുള്ള നല്ലൊരു തീരുമാനം എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഭാവിയെ പറ്റിയുള്ള നല്ല നല്ല പ്ലാനും പദ്ധതിയും നിങ്ങൾ ഇപ്പോൾ ആവിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു എല്ലാ രീതിയിലും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ഒരു പ്രവേശനമായിട്ടാണ് നിങ്ങളുടെ ഈ +2 പരീക്ഷയും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യവും മുമ്പോട്ട് പുരോഗമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു കുടുംബമായി നിങ്ങളിവിടെ ചിലവഴിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടുത്തെ അപ്പനായ സിബിയച്ചൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചേഴ്സ്, ഇപ്പം എല്ലാവരുടെയും കൂടെ അല്ലേ ഒരു കുടുംബമായിട്ട് നിങ്ങൾ ഇവിടെ പോകുമെന്ന് എനിക്ക് തോന്നിയ ചിന്ത അങ്ങനെയാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടി മുഴുവൻ സമയം സിബിയച്ചൻ ഇവിടെയുണ്ട്, ബിനേഷച്ചനുണ്ട്, ഓരോ അധ്യാപകരും ഇവിടെ ഉണ്ടായിരുന്നു. സിബിഎസിന് പലപ്പോഴും കാണാൻ പോലും കിട്ടാറില്ല. കാരണം അന്വേഷിച്ച് മനസ്സിലാകും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ പരിപാടികളാണ്. നിങ്ങൾക്ക് വേണ്ടി എന്താ പറയുക, നിങ്ങളുടെ ഓരോ പരിപാടി കഴിഞ്ഞ് അതിൻ്റെ ഫ്ലക്സ് എടുക്കുന്നു, അതിൻ്റെ A4 എടുത്ത് ഇവിടെ പ്രദർശിപ്പിക്കുന്നു, അതുപോലെ നിങ്ങളുടെ മഗസിന് വേണ്ടിയുള്ള ഫോട്ടോസ് എടുക്കുന്നു. അങ്ങനെ ഓരോ കാര്യത്തിലും നിങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ വളരെ ശ്രദ്ധാലുവാണ് ഓരോ സമയത്തും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സ്വന്തം പിതാവിനെ പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു പ്രിൻസിപ്പൽ നിങ്ങൾക്കുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അച്ഛൻ ശാസിക്കും, ശിക്ഷിക്കും, സ്നേഹിക്കും, കൂടെ പാട്ടുപാടും, അഭിനയിക്കും. അങ്ങനെ എല്ലാ രീതിയിലും ശരിക്കും ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് അച്ഛൻ നിങ്ങളെ മുൻപോട്ട് നയിക്കുന്നു. എനിക്ക് തോന്നുന്നു അതാണ് ഈ സെൻറ് മേരീസ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ്, ഇവിടുത്തെ അധ്യാപകർ എല്ലാവരെയും പുറത്തു നോക്കിക്കൊണ്ട് ഒരു കുടുംബമായിട്ട് മുൻപോട്ട് പോകുന്ന അന്തരീക്ഷം നമ്മുടെ ഈ സ്കൂളിലുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ എല്ലാവരെയും പറ്റി അറിയാം, എല്ലാവരും കുടുംബങ്ങളെ പറ്റി അറിയാം. പേഴ്സണലായിട്ട് അച്ഛൻ നിങ്ങൾ ബർത്ത്ഡേക്കെല്ലാം കൃത്യം പേര് വിളിച്ച് അച്ഛൻ വിഷ് ചെയ്യുന്നതായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. കൃത്യം അച്ഛൻ ഓരോരുത്തരെ പറ്റി അറിയാം. അപ്പം ആ രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വിദ്യാലയം എവിടെയും ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇപ്പം കഴിഞ്ഞ വർഷം വന്ന് പല കുട്ടികളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവിടെ നീ മാറുക കേട്ടോ, പറ്റുന്നില്ല, കാരണം ഞങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഫ്രീഡം കിട്ടുന്നില്ല, സന്തോഷം കിട്ടുന്നില്ല എന്നൊക്കെ പല കുട്ടികളും വന്ന് പറയുകയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു ഒക്കെ ശരിയാവും, ഇപ്പം കാണുന്നതല്ല നിങ്ങൾ വീണ്ടും കാണാൻ പോകുന്നത്, എല്ലാം മാറി നല്ലൊരു രസമുള്ള അന്തരീക്ഷം വരുമെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ പറഞ്ഞു ഇപ്പം ഹാപ്പി അയച്ചാ, ഒത്തിരി സന്തോഷമുണ്ട്, ആദ്യത്തെ വിഷമമൊക്കെ മാറി ഇപ്പം ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു പിന്നെ കുട്ടികളൊന്ന് പറയുകയുണ്ടായി.
അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശരിക്കും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. നല്ലൊരു സ്കൂളിൽ പഠിക്കാനുള്ള അന്തരീക്ഷം നിങ്ങൾക്ക് കിട്ടി, സാഹചര്യം നിങ്ങൾക്ക് കിട്ടി. കുറേ പേരൊക്കെ എന്താ പറയുക, ഇവിടുന്ന് TC ഒക്കെ മേടിച്ച് പോയിട്ടുണ്ടാവുമായിരിക്കും ആദ്യം ചേർന്ന അവസരങ്ങളിലൊക്കെ. പക്ഷേ എനിക്ക് 185 കുട്ടികൾ ഇപ്പം +2 പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നു. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുക. കാരണം നിങ്ങളുടെ റിസൾട്ട് ഉറപ്പിക്കാൻ വേണ്ടി ഇവിടെ അധ്യാപകരെല്ലാം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേര്, കുറച്ച് കുട്ടികൾ എന്താ പറയുക, ഫുൾ മാർക്ക് മേടിക്കാൻ കിട്ടാൻ സാധ്യതയുള്ളവരുണ്ട്. അതുപോലെ നല്ല റിസൾട്ട് കിട്ടാൻ സാധ്യത ഒത്തിരി കുട്ടികളുടെ CBSE എപ്പോഴും പറയാറുണ്ട്. പ്രത്യേകം നിങ്ങൾ അഭിനന്ദിക്കാൻ വേണ്ടി അവസരം ഉപയോഗിക്കുകയാണ്. എനിക്ക് ഇത്രയും പറയാനുള്ളത്, നിങ്ങൾ പുതിയൊരു പന്താവിലേക്ക്, പുതിയൊരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്ന ഈ അവസരത്തിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. ഇനി ഭാവിക്ക് വേണ്ടിയുള്ള എന്താ പറയുക, അതിനു വേണ്ടിയുള്ള തത്രപ്പാടുകൾ എല്ലാവരും മുൻപോട്ട് പോകുന്നത്. നല്ല കോഴ്സ് എടുക്കണം, നന്നായിട്ട് പഠിക്കണം. ഇപ്പം എല്ലാവരുടെ സ്വയം വിദേശത്ത് പോകാനൊക്കെ ആയിരിക്കും, നേഴ്സിംഗ് പഠിക്കണം. ഒത്തിരി സ്വപ്നമായിട്ട് പലരും ഇവിടെ ഇരിക്കുന്നത്. മിക്കവാറും പേര് സീറ്റുകളൊക്കെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ എന്തൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടിയ ആ നല്ല മൂല്യങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുക. നല്ല മാനുഷിക ഗുണങ്ങൾ, അതുപോലെ തന്നെ ദൈവിക ഗുണങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചു നല്ല വ്യക്തികളായിട്ട് വളർന്നു വരാനുള്ള ഒരു അവസരമായിട്ട് നമ്മുടെ സെന്റ് മേരീസ് കുടുംബത്തിൽ, സെന്റ് മേരീസ് ഇവിടുത്തെ കാലഘട്ടത്തിൽ ഓരോ കാര്യങ്ങൾ എടുക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. പരീക്ഷ നമുക്കറിയാം, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പഠിക്കാനുള്ള നല്ലൊരു ബോധ്യം എല്ലാവർക്കും ഇപ്പോഴുണ്ട്. പഠിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ പഠിച്ചാൽ മാത്രമേ മുൻപോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യം എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. SLC വരെ അങ്ങനെ ഉണ്ടായില്ല. SLC ശേഷം അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഇതായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം എല്ലാവരും നല്ലൊരു ഉന്മേഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അത് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക, നല്ല വിജയം നേടുക, നല്ല കോഴ്സുകളിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ നല്ല വ്യക്തികളായിട്ട് നല്ല രീതിയിൽ പ്രസവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ ഈ സ്കൂളിനെയൊക്കെ നന്ദിയോടെ ഓർക്കുക, എല്ലാവരും അധ്യാപകർ നന്ദിയോടെ ഓർക്കുക. അപ്പം ഇപ്പോഴത്തെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്, ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാരും ആ പഠിപ്പിച്ച അധ്യാപകർ അല്ലെങ്കിൽ സാഹചര്യം പലപ്പോഴും ഓർമ്മിക്കാറില്ല. പക്ഷെ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കുടുംബാന്തരീക്ഷമായതുകൊണ്ട് നിങ്ങളെല്ലാം നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ സ്കൂളിൽ അങ്ങനെയല്ല. ഇപ്പോൾ അധ്യാപകർ പറയാറുണ്ട്, കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അധ്യാപകരെ വേണ്ട പോലെ പരിഗണിക്കാറില്ല എന്നൊക്കെ അധ്യാപകർ പരിഭവം പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളിൽ നിന്ന് എല്ലാവരും നല്ല മാർക്ക് മേടിച്ച് നിങ്ങളുടെ +2 പഠനം പൂർത്തിയാക്കട്ടെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, മാതാപിതാക്കളൊക്കെ ബഹുമാനിക്കുക. അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങൾ ദൈവത്തോടും അതുപോലെ മാതാപിതാക്കളോടും എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് മുൻപോട്ട് പോകാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഞാൻ എല്ലാ അധ്യാപകരുടെയും എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ എല്ലാ അച്ഛന്മാരുടെയും പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. സ്കൂളിലും 265 കുട്ടികൾ SLC എഴുതുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലായിടത്തും പരീക്ഷയുടെ ചൂടിലേക്ക് പ്രവേശിക്കുന്നു. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Thank you, Father. Now we are proceeding to the candle lighting ceremony. Let the light that we lit today enlighten us and make our future bright. I invite our respected manager to light the candle and hand over it to our respected principal and then to the class teachers. നമ്മുടെ ഇന്നത്തെ ഈ ഫെയർവെല്ലിലെ ഏറ്റവും മനോഹരമായ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സെന്റ് മേരീസിൽ നിന്ന് പടിയിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ തന്റെ ഭാവിയിലേക്കുള്ള കാൽവെൽപ്പ് ഇവിടുന്ന് തുടങ്ങട്ടെ എന്ന ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ അച്ഛനിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സിബി അച്ഛൻ ദീപം തെളിയിച്ച് മേടിക്കുകയാണ്. ശേഷം 3 ക്ലാസ് ടീച്ചേഴ്സിനും അത് പകരുന്നു. ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളിലേക്ക് ആ ദീപം നൽകുന്നതാണ്. ഹ്യൂമാനിറ്റീസിന്റെ ക്ലാസ് ടീച്ചർ ദീപ മിസ്, കൊമേഴ്സ് ക്ലാസ് ടീച്ചർ അനു മിസ്, സയൻസ് ക്ലാസ് ടീച്ചർ ജിഷ മിസ്, ക്ലാസ് ടീച്ചേഴ്സിന്റെ പക്കൽ നിന്നും ടീച്ചേഴ്സ് തിരിയിലെ വെളിച്ചം
നിങ്ങളിലേക്ക് പകരുന്നു. ടീച്ചേഴ്സ് എല്ലാവരും വേദിയിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. മാതാപിതാക്കളെക്കാൾ ഉയരത്തിലാണ് ഗുരുവിൻ്റെ സ്ഥാനം. മാതാവും പിതാവും ഗുരുവാണെങ്കിൽ അവരും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് പാരൻസ് ആർ ദി ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. നേരത്തെ ഉള്ള ഈ ചടങ്ങിൽ നിങ്ങളുടെ പാരൻസിനെ വിളിക്കുമായിരുന്നു, പക്ഷേ എല്ലാം ബുദ്ധിമുട്ടായതുമാണ്. നിങ്ങളുടെ അഭിമാനിക്കേണ്ട ഒരു കാര്യം, ജീവിച്ചിരിപ്പുണ്ടാവാം, മരിച്ചു പോയിട്ടുണ്ടാവാം, പുറത്താകാം, ദൂരെയാകാം, വീട്ടിലാകാം, എങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. മനോജൻ പറഞ്ഞ ആ ഗുണങ്ങൾ നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ആദ്യം നൽകിയതാണ്. ഈ അനുഗ്രഹത്തിൻ്റെ ആദ്യത്തെ ഓർമ്മ അവരിലേക്കാണ്. അതിനുശേഷമാണ് ചെറിയ ക്ലാസ് മുതൽ, പ്ലേ സ്കൂൾ മുതൽ, LKG UKG മുതൽ ഇവിടെ വരെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 14 കൊല്ലക്കാലം നിങ്ങൾ ഏതെങ്കിലും കലാലയത്തിലായിരുന്നു. ജീവിതത്തിൽ നിർണായകമായ ഒരു ഘട്ടമാണിപ്പോൾ. സ്കൂൾ കലാലയ ജീവിതം അവസാനിക്കുന്നു. ഇനി അങ്ങോട്ട് ഉന്നത വിദ്യാഭ്യാസമാണ്. എപ്പോഴും മൂല്യങ്ങളും ധാർമ്മികതയും ഹൃദയബന്ധവും നിലനിർത്തുക എന്ന ചിന്ത കൊണ്ടാണ് ഈ അവസരത്തിൽ ഗുരുവിൻ്റെ അനുഗ്രഹവും ഈശ്വരൻ്റെ അനുഗ്രഹവും ഒരുപോലെ നിങ്ങൾക്ക് പകരുന്ന ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സമയമാണിത്. എല്ലാവരും പ്രാർത്ഥനയിൽ മനസ്സിനെ ചേർത്ത് വയ്ക്കുക. ടീച്ചേഴ്സ് എല്ലാവരും ഇവിടെ കരങ്ങൾ നിവർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് നേരെ നീട്ടുകയാണ്. ഇന്ന് ഈ സമയത്ത് +2 സയൻസിൻ്റെ ക്ലാസ് ടീച്ചർ ലിജോ സാർ ഇല്ല. നിങ്ങളുടെ വണക്കം കൊണ്ടൊന്നും വരാതിരുന്നതല്ല എന്നാദ്യം തിരിച്ചറിയുക. മറ്റൊരു സെൻഡ് ഓഫിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. സ്വന്തം സഹോദരി UK പോകുന്ന ഘട്ടത്തിൽ യാത്രയാക്കുക എന്നുള്ളതൊരു ആങ്ങളുടെയോടെ ഏറ്റവും വലിയ കടമയാണ്. ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള ടീച്ചേഴ്സിനൊക്കെ അവർക്കൊരു കുടുംബമുണ്ട്. നിങ്ങൾ രണ്ടാമത്തെ കുടുംബമാണ്. രണ്ട് കുടുംബത്തെയും ഒരേപോലെ ദൈവാനുഗ്രഹത്തിൽ ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയിച്ചു എന്ന് പറയുക. അദ്ദേഹം പ്രത്യേകം പറഞ്ഞ കാര്യമാണ്. +2 സയൻസിൻ്റെ ഈ ടീം വർക്കിൽ ക്ലാസ് ടീച്ചറിന് വലിയ റോളുണ്ട്. എങ്കിലും ഓരോ ക്ലാസ് ടീച്ചറിനെയും സഹായിക്കാൻ വേണ്ടി ഞാനൊരു സഹായിയായിട്ട് ഓരോരുത്തരെ നിയമിച്ചിട്ടുണ്ട്. അതിൽ സ്റ്റാഫ് സെക്രട്ടറിയായ ജിഷ മിസ് തന്നെയായിരുന്നു. കൊമേഴ്സിൽ അനീഷ് സാറായിരുന്നു. ഹ്യൂമാനിറ്റീസിൽ ഐഡ മിസ് തന്നെയാണ്. അതുകൊണ്ടാണ് കമൻട്രി പറയാൻ അഡ്വാൻസ് വന്നത്. ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു ടീം വർക്കിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സെൻറ്റ് മേരീസ് ഫാമിലി ആയത്. സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് ഒന്നും ഇല്ല, എല്ലാവരുടെ ടീമാണ്, ഒരു ഫാമിലിയാണ്. ആ ചിന്തയോടെ 2022-24 ബാച്ച് പടിയിറങ്ങുന്ന ഏറ്റവും ഹൃദയസ്പർശിയ രംഗത്ത് നമുക്ക് കരങ്ങൾ ഉയർത്തി അധ്യാപക സമൂഹം അവരെ അനുഗ്രഹിക്കുന്ന ദൃശ്യമാണ്. അനുഗ്രഹം അത് നിലനിൽക്കണമെങ്കിൽ നല്ല കഠിനാധ്വാനം വേണം എന്ന് കൂടി ഓർപ്പിച്ചു തരുന്നു. ഒന്ന് കരങ്ങൾ ഉയർത്താം, ഒരനുഗ്രഹത്തിൻ്റെ ഒരു ശക്തി കൊടുക്കാം. നിങ്ങൾ കൂടി സഹകരിക്കുമ്പോഴേ ഈ അനുഗ്രഹം പൂർണ്ണമാവുകയുള്ളൂ. ഈ ഇനിയുള്ള ദിവസങ്ങൾ, ഓരോ പരീക്ഷയ്ക്ക് ഇടയ്ക്കുള്ള ദിവസങ്ങൾ കഠിനമായി അധ്വാനിച്ച് എല്ലാവരും വിജയിക്കുന്ന തരത്തിലേക്ക് എത്താനായിട്ട് പ്രത്യേകം ഓർമ്മിക്കുക. എല്ലാവരും ഒന്ന് കരങ്ങൾ കണ്ണടച്ച് ഒന്ന് തലയൊന്ന് നമിക്കുക, ശിരസ് നമിച്ചൊന്ന് നിൽക്കുക എല്ലാവരും. 13ാമത്തെ ബാച്ചിനെയാണ് ഇവിടെ അനുഗ്രഹിച്ച് അയക്കുന്നത്. എല്ലാം കൊണ്ടും പല രീതിയിലും ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്ന ബാച്ചാണ് കടന്നു പോകുന്നതെന്ന് പറയാം. ആ അനുഗ്രഹം എന്നും ഉണ്ടാവും. എക്കാലവും നിങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യരായിരിക്കും. നിങ്ങൾ എത്ര വളർന്നു വന്നാലും
എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി നിങ്ങളെല്ലാവരും കരങ്ങളൊന്ന് മുൻവശത്തേക്ക് നീട്ടുക. എൻ്റെ ഒരു പ്രതിജ്ഞ ഒന്ന് ചൊല്ലുക. പ്രതിജ്ഞ അത് നിലനിൽക്കണമെങ്കിൽ നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എല്ലാവരും ഒന്ന് ഓർക്കെ ആവർത്തിക്കണം. ഇതൊരു പ്രതിജ്ഞയാണ്. ഞാൻ പറയുമ്പോൾ അതേ വാക്ക് ആവർത്തിക്കുക. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മഹത്തായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം കൈവരിക്കാൻ ഞാൻ കഠിനാധ്വാനം ചെയ്യും. ഞാൻ സത്യസന്ധതയോടെ പ്രവർത്തിക്കുകയും വിജയിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ കുടുംബത്തിലെ ഒരു നല്ല അംഗം, സമൂഹത്തിലെ ഒരു നല്ല അംഗം എന്നിവ ആയിരിക്കും. ഞാൻ ഒരിക്കലും മദ്യത്തിനും പുകവലിക്കും ലഹരിക്കും അടിമപ്പെടില്ല. സമയത്തിൻ്റെ പ്രാധാന്യം ഞാൻ എപ്പോഴും ഓർമ്മിക്കും. എൻ്റെ നാടും നഗരവും വൃത്തിയുള്ളതായിരിക്കുവാൻ ഞാൻ എപ്പോഴും പ്രവർത്തിക്കും. എൻ്റെ ഭൂമി ശുദ്ധവും ഹരിതവുമാക്കുവാൻ ഞാൻ പരിശ്രമിക്കും. എൻ്റെ ദേശീയ പതാക എൻ്റെ ഹൃദയത്തിൽ പറക്കുന്നു. ഞാൻ എൻ്റെ രാജ്യത്തിന് മഹത്വം കൊണ്ടുവരും. താങ്ക് യു. So guys, get ready to be blown away because now we'll be going through a roller coaster of memories and delightful flashbacks. I invite Rio S. Matthew and Rose Therese Shaji of Plus 2 Science to share their experience. ഗുഡ് മോർണിംഗ് സെന്റ് മേരീസ്. ഒന്ന് അടങ്ങിയിരിക്കും ബ്രോ. ഓക്കെ, എല്ലാവരും എന്തിങ്ങനെ വിഷാദത്തിലിരിക്കുന്നേ, വിഷമത്തിലിരിക്കുന്നേ? നമ്മളിന്ന് ഒഫീഷ്യലായിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. പക്ഷെ നമ്മുടെ യാത്ര തീരുന്നില്ല. നമുക്കിനി മോഡൽ എക്സാം ഇരിക്കുന്നു, വലിയ പരീക്ഷ ഇരിക്കുന്നു. എൻ്റെ 20 ദിവസമല്ലേ, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഈ 2 വർഷക്കാലം കടന്നു പോയിരിക്കുകയാണ്. ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തില്ല, മനസ്സിൽ നിന്ന് എടുത്ത് പറയാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഈ സ്കൂളിൽ ഇങ്ങനെ അഡ്മിഷൻ കിട്ടുമെന്ന് തന്നെ വിചാരിച്ചിട്ടില്ല. അപ്പം ആദ്യം ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി എന്നറിഞ്ഞ സമയത്ത് ഞാൻ ആദ്യം അന്വേഷിച്ചത് ഈ സ്കൂൾ എങ്ങനെയുണ്ട്, പ്രശ്നമാവുമോ എന്ന് ഇങ്ങനെ വീട്ടിനടുത്തുള്ളൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഒരു അച്ഛനുണ്ട്, ഓരോ പിള്ളേരെയും വ്യക്തിപരമായി അറിയാം അച്ഛന്, സൂക്ഷിച്ച് നോക്കി കണ്ട് നടന്നില്ലെങ്കിൽ പണി വരുന്ന വഴി കാണത്തില്ല. ഞാൻ ദൈവമേ പെട്ടു. ഞാൻ അല്ലെങ്കിൽ തള്ളികൊള്ളിത്തരം തന്നെ കാണിക്കും. ഇനി എന്തെങ്കിലും പ്രശ്നം വയ്ക്കുന്നില്ല, എനിക്ക് വയ്യ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാവരെയും പോലെ തന്നെ എനിക്കും പുതിയ മുഖങ്ങളായിരുന്നു. കാരണം ഞാൻ മറ്റൊരു സ്കൂളിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഒരു മനുഷ്യനെ പോലും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആകെ സങ്കടത്തിലിരിക്കുമായിരുന്നു. ആദ്യത്തെ 2 ദിവസം ഇവരൊക്കെ പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ വലമ്പായിരുന്നു, എല്ലാവരോടും വർത്താനം പറയുമായിരുന്നായിരുന്നു. പക്ഷെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇത്തിരി വിഷമിച്ച് സങ്കടപ്പെട്ട് ഇരിക്കുന്നതൊക്കെ ആയിട്ടാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഇവിടെ വന്നു. ഓറിയൻറ്റേഷനിൽ ഒരുവിധം എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞു. ഇച്ചിരി ഹാപ്പിയായി. ഞാൻ ഓരോരുത്തരും പ്രത്യേകം ഓർക്കുന്നുണ്ട്. ആദിൽ ഗഫൂർ കാക്കി പ്രതിനിധീകരിച്ചായിരുന്നു ആദിൽ ഗഫൂർ ഉണ്ടായിരുന്നത്. പിന്നെ സിയ തത്തമ്മയല്ലായിരുന്നോ? ജാൻസിറ്റ് ചെന്നായ, ഞാൻ കുറുക്കൻ, അശ്ബിൻ ആന. അങ്ങനെ അയ്യോ ഞാനവിടെ ചെന്നിങ്ങനെ നിന്നപ്പം ഓരോരുത്തരിങ്ങനെ ഓരോ എക്സ്പീരിയൻസ് അവരിങ്ങനെ ചെന്നായാണ് ഏറ്റവും നല്ലത്, ആനയാണ് ഏറ്റവും നല്ലത്, ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അത് ഫലിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ സ്റ്റേജിൽ ചെന്നേക്കുമ്പോൾ ദൈവമേ അശ്വിൻ എങ്ങനെ എൻ്റെ ചവിട്ടി താഴെ ഇടുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഭയങ്കര സ്പിരിറ്റ് കയറിയിട്ടായിരുന്നു ഓരോരുത്തരും. ആർക്കും അങ്ങനെ പേടിയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് കമ്പനിയായി. പിന്നെ നല്ല വൈബായി. പിന്നെ മറ്റു സ്കൂളുകൾ വെച്ച് നോക്കുമ്പം മറ്റു സ്കൂളുകാർ അസൂയപ്പെടുന്ന പോലെ നമ്മുടെ സ്കൂളിലുള്ളത് നമ്മുടെ ആഘോഷങ്ങൾ തന്നെയാണ് ശരിക്കും അതെ. പിന്നെ അവരൊക്കെ ചോദിക്കും നിങ്ങളെന്താ ഫോണൊന്നും കൊണ്ടുവന്നില്ലേ സ്കൂളിൽ? എന്തിനാ ഞങ്ങൾ ഫോൺ കൊണ്ടുവന്നത്? ഞങ്ങൾക്ക് ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ഇല്ലേ? ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഓരോ നിമിഷങ്ങളും വീഡിയോയിലും ക്യാമറയിലും പകർത്തുവാനും എല്ലാം നമ്മുടെ ഓർമ്മകളുടെ കൂമ്പാരങ്ങളെ കൂട്ടുവാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫിയും എല്ലാം നമ്മളെ സഹായിക്കുന്നു.
പരിപാടി കഴിഞ്ഞിട്ട് ആദ്യം ഫോണിൽ ചെന്ന് നോക്കുന്നു, ദീമി ഫോട്ടോ വന്നു, ഞാനുണ്ടോ, അയ്യോ ഈ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇത് നല്ല രസമുണ്ട്, ഇത് സ്റ്റാറ്റസ് ഇടണം, സ്റ്റോറി ഇടണം, പോസ്റ്റ് ആക്കണം, പ്രൊഫൈലാക്കണം, അങ്ങനെ ഓരോരോ ചിന്തകളും. ഇതെല്ലാം വളരെ മനോഹരമായ ഓർമ്മയാണ്. ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കിതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ ദൈവമേ അന്ന് ഞാൻ എന്ത് കോലത്തിലായിരുന്നു, ഞാൻ എന്തായിരുന്നു അവിടെ കിടന്ന് കാണിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഓർമ്മ വരും. പിന്നെ എന്താ CBHനെ കുറിച്ച് പറയുകയാണെങ്കിൽ, CBH എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കണിയായിരുന്നു. കെണിയല്ല, കണിയായിരുന്നു. രാവിലെ സ്കൂൾ ബസ്സിന് ഇങ്ങനെ കയറി വരുമ്പം CBH ഇങ്ങനെ നിൽപ്പുണ്ടാവും. അപ്പോൾ CBHനെ കണ്ട് CBH ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമ്മൾ ക്ലാസ്സിലേക്ക് കയറുമ്പോണ്ടല്ലോ ചെത്ത് ദിവസമായിരിക്കും, സത്യം അടിപൊളി ദിവസമായിരിക്കും. ഓരോ കുട്ടികളെ എത്ര കാലം കടന്നു പോയാലും CBH ഓരോ കുട്ടികളെയും വ്യക്തിപരമായി കൃത്യമായിട്ട് അറിയാം. അതേപോലെ എന്താ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ വരുമ്പം എല്ലാവരും മാസ്ക് ഇട്ട് നിൽക്കുക. ഈശ്വര, ഇത് ആരോട് പോയിട്ട് ഞാൻ മിണ്ടും, ആരെ എന്തെന്ന് അറിയത്, എങ്ങനെ സംസാരിക്കും, ഇങ്ങനെയൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. CBH ഇങ്ങനെ വന്നു, എല്ലാവരും മാസ്ക് മാറ്റിക്കോ, ഒരു മനുഷ്യരെ കയറ്റി ഇപ്പുറത്തേക്ക് മാസ്ക് ഇട്ടേക്കരുത്, അങ്ങനെ എല്ലാവരും മാസ്ക് മാറ്റി. ഞാൻ നമ്മുടെ ക്ലാസ്സിൽ തന്നെ സയൻസിൽ ഏറ്റവും അവസാനം ഐഡന്റിഫൈ ചെയ്ത മുഖം എന്ന് പറയുന്നത് ബിയോണിൻ്റെ മുഖമാണ്. അവൻ മാസ്ക് മാറ്റിയല്ലായിരുന്നു. എന്നിട്ട് CBH വരും, മാസ്ക് മാറ്റടാ അത് പറഞ്ഞ് അവസാനം മനസ്സിലായി, അവൻ മാസ്ക് മാറ്റി കഴിഞ്ഞപ്പം ഇവന്റെ മുഖം ഇങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. അങ്ങനെ മാസ്ക് ഇട്ടേമ്പോൾ നമ്മളൊരു വേറെ മുഖം സങ്കല്പിക്കും, മാസ്ക് മാറ്റുമ്പോൾ വേറെ മുഖമായിരുന്നു. അങ്ങനെയായിരുന്നു. അങ്ങനെ എല്ലാവരും മാസ്ക് ഒക്കെ മാറ്റി എല്ലാവരും ഇട്ട് ഒരുവിധം നല്ല കമ്പനിയായി. പിന്നെ ഓണപരിപാടി വന്നു. ഓണമായിട്ട് യാതൊരു പരസ്പര ബന്ധമില്ലാത്തൊരു വേഷമായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. അങ്ങനെ ഓണപരിപാടി തകതിലായിട്ട് കഴിഞ്ഞു. പിന്നെ എന്താ സ്പോർട്സ് വന്നു. സ്പോർട്സിന് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാൻ ഞാനവിടെ ഉണ്ടായിരുന്നു, കൈയടിച്ച് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ചു. പിന്നെന്താ ക്രിസ്മസ് പരിപാടി വന്നു, നല്ല വെളിപ്പ് ഡാൻസ് കളിച്ചു. അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് തകർപ്പൻ ആഘോഷങ്ങളായിട്ട് നമ്മൾ ഓരോ ദിവസം കടന്നുപോയി. അങ്ങനെ CBH ആണെങ്കിലും ഓരോ കുട്ടികളുടെ വീട്ടിലേക്ക് പോയി അവരെ പേഴ്സണലായിട്ട് അറിഞ്ഞു. വെള്ളി പരീക്ഷയുടെ സമയത്ത് എല്ലാവരുടെ ഫോൺ മേടിച്ച് വെച്ചു. അങ്ങനെ ഓരോരോ നല്ല രസമുള്ള സംഭവങ്ങൾ നടന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചങ്കുകളെ എന്ന് വിളിച്ച് ഞങ്ങൾ അഭിസംബോധന ചെയ്ത ഇവിടെ ഇല്ല, എന്നാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ചങ്കായ ലിജോ സാറിനെ കുറിച്ചാണ്. ലിജോ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, ലിജോ സാറിൻ്റെ ക്ലാസ്സിൽ ഒരു വർഷം ഫുള്ള് ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ തുമ്പി തരുന്നു. ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ലിജോ സാറ് ജീവിതാനുഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. സാറ് ബൈക്കെടുത്ത് MJബിന് മുന്നിൽ കൂടെ പോയ കഥയും ബൈക്കെടുത്ത് പറപ്പിച്ച കഥയും അങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ ലിജോ സാറ് പറയും. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ചുരത്തിലൊക്കെ പോകുന്ന കഥ കേൾക്കുമ്പോൾ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് തുമ്പത്തിരിക്കുമ്പോൾ സാറിൻ്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ കഥ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇല്ലെങ്കിൽ എന്നിട്ട് ഇങ്ങനെ വാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ബാക്കി പഠിപ്പിക്കും. അങ്ങനെ സാറ് കംപ്ലീറ്റ് പഠിപ്പിക്കും. കളഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും. അതായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിജോ സാർ. ലിജോ സാറിനെ പറ്റി പറയുന്നത്, ലിജോ സാറിൻ്റെ പ്രത്യേക സ്റ്റൈലുണ്ട്. ഇപ്പം നിങ്ങൾ സയൻസുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. സാറ് പഠിപ്പിക്കുമ്പോഴൊക്കെ കാണിക്കാൻ പറ്റില്ല, ഒന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ലിജോ സാർ ഇല്ലാണ്ടായിപ്പോയി. എങ്ങനെ പറയും, ബോർഡിൽ എഴുതുമ്പോൾ സാറ് പുറകെ കൈ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇങ്ങനെ ബോർഡിൽ എഴുതും, എന്നിട്ട് ചുണ്ടൊക്കെ ഇങ്ങനെ കടിച്ചിട്ട് ഇവിടെ ജനാലയാട്ടോ, എന്നിട്ട് ജനാലയിലേക്ക് പോയിട്ട് അങ്ങനെ നിൽക്കും. അതായത് ലിജോ സാറിന് ഞാൻ ശരിക്കും ഒരു വർഷം ഫ്രണ്ടിലിരുന്ന് ലിജോ സാറിന്റെ അച്ചടി പഠിച്ചെടുത്ത സംഭവമാണത്. അങ്ങനെ ലിജോ സാറിന്റെ ചിരിക്കുന്ന മുഖം ഞാൻ നന്നായി ഓർക്കുന്നു. ലിജോ സാറിന്റെ മെയിൻ ഡയലോഗായിരുന്നു, ഉപകാരം ഉണ്ടാക്കിയില്ലെങ്കിലും ഉപദ്രവിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിക്കോ, പക്ഷെ വേറെ ആകെ ശല്യം ഉണ്ടാക്കരുത്. ഞാൻ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയതുകൊണ്ടാണ് ഒരു വർഷം ഫുള്ള് ഫ്രണ്ട് ബെഞ്ച് തുമ്പത്തിരുന്നത്. ആർക്കും ശല്യം ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ ഇനി പറയാൻ പോകുന്നത്, ഞങ്ങൾക്ക് കുട്ടി ടോപ്പിക്സ് എടുത്തു തന്നാ സിസ്റ്റമാറ്റിക് ആയിട്ട് സാൾട്ട് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാ ഷിജിത മിസ്സിനെ പറ്റിയാണ്. ഷിജിത മിസ് എന്നെ നോക്കി പിടിപ്പിക്കുന്നു. ഷിജിത മിസ്സിന്റെ മെയിൻ ഡയലോഗാണ് ഇത് ചെറിയൊരു പോർഷനാണ്, ഇതിൽ കുട്ടി ടോപ്പിക്സേ ഉള്ളൂ. ലാബിക്ക് അറിയാലോ, സാൾട്ട് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കണ്ടുപിടിക്കണം. ഷിജിത മിസ് പെട്ടെന്ന് റീസ് ആവുമെങ്കിലും അതേപോലെ കൂളാവും, പെട്ടെന്ന് ചൂടാവും. എന്നിട്ട് ക്ലാസ്സിനിടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ ആ ഫ്ലോ അങ്ങ് പോയി. അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ ഞങ്ങൾ ഒന്നും മനസ്സിലാവാതെ വായും പൊളിച്ച് നിൽക്കുമ്പോൾ പിന്നെയും പറഞ്ഞെന്ന് ബോർഡിൽ എഴുതിപ്പിച്ച് എല്ലാ ദിവസവും ചോദിച്ച് അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയൊക്കെ വകയാക്കി എടുത്തു ഷിജിത മിസ്. പിന്നെ ചൂടാവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടല്ല, ചൂടാവാൻ ശ്രമിച്ചു. പക്ഷെ ആ ചൂടാവുന്നതിൻ്റെ ഉച്ചിയിലെത്തിയിട്ട് ഇങ്ങനെ ആരെങ്കിലും തറപ്പിച്ച് നോക്കുമ്പോൾ ആരെങ്കിലും ചിരിച്ചടിക്കും. അങ്ങനെ ചൂടാവുന്ന ഫുൾ കൺട്രോൾ പോകുന്ന ഒരു മിസ് ഉണ്ട്. ആരാ? അതെ, നമ്മുടെ സ്വന്തം അനഘ മിസ് ഇല്ലേ? അനഘ മിസ് എന്തേ?
അനഘ മിസ് ഇങ്ങനെ ചൂടാവുന്ന ഉച്ചിയിൽ എത്തി നിൽക്കുമ്പം ആരെങ്കിലും ഒക്കെ നോക്കി ചിരിക്കും മിസ്സിന്റെ കൺട്രോൾ അവിടെ തീരും, മിസ് ചിരിച്ചു, അങ്ങനെ ആ ഒരു ദേഷ്യം അവിടെ ഫ്ലോപ്പ്. പിന്നെ അനഘ മിസ് എല്ലാ മിസ്സുമാർക്കും ഈ ഒരു സ്നാങ് ഉണ്ടെങ്കിലും അനഘ മിസ് പ്രത്യേകം ഇടയ്ക്കിടയ്ക്ക് പറയും കീപ് സൈലൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, മിണ്ടായിരുന്നു പിള്ളേര്. അങ്ങനെയായിരുന്നു അനഘ മിസ്, ഞങ്ങളുടെ സുന്ദരി മിസ്. എല്ലാ ബാച്ചുകാർക്കും ഞങ്ങളുടെ നല്ല നമ്മുടെ എല്ലാവരും അനഘ മിസ്. ഇനി പറയുവാണെങ്കിൽ എല്ലാ ബാച്ചുകാരും പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും ഞാനും ഒന്നും കൂടെ ആ ഡയലോഗ് പറയാം. രാജകുമാരിയുടെ പേരുള്ള നമ്മുടെ മിസ് ആരാ? നമ്മുടെ സുന്ദരി ഡയന മിസ്. ഡയനമിസ് ഒന്ന് നോക്ക് മിസ്സേ. ഡയനമിസ് ക്ലാസ് വളരെ മയത്തിൽ ഇങ്ങനെ എടുക്കും. ഡൈനാമിക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം മാറാൻ വേണ്ടി ചില സൈക്കോത്തറകൾ മിസ് പറയും. രോമം പറിച്ചെടുക്കുക, അടുത്തിരിക്കുന്ന ആളെ ഞുള്ളുക, കണ്ണ് തുറന്നു പിടിച്ചിരിക്കുക, കണ്ണി കുത്തുക, അങ്ങനെ കൊച്ചു സൈക്കോത്തറകൾ മിസ് പറഞ്ഞു തരുമായിരുന്നു. അതന്നെ. ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിലും ആറ്റിറ്റ്യൂഡ് ഇരിക്കും. ആറ്റിറ്റ്യൂഡിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ആരും ഓർമ്മ തരും, ഞങ്ങളുടെ അല്ലല്ല സച്ചി ജോയൽ സച്ചി ഇങ്ങനെ ഇരിക്കും. ചോദിക്കും ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഷീസാബി സ്വരാശം എന്നാ നീ പറ ഉത്തരം. അതേപോലെ ലിജോ സാറും നീ പറ ഉത്തരം. അറിയത്തില്ല സാർ. അങ്ങനെ ഇനി ഓരോരുത്തരുടെ മുഖം കാണുമ്പോഴേക്കും ഓരോരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓർമ്മകളാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചെന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡൈനാമിസ്. പ്രീത മിസ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അമ്മേനെ പോലെ ആയിരുന്നു അല്ലേ, ഞങ്ങളൊരു അമ്മ മിസ്സായിരുന്നു പ്രീത മിസ്. പ്രീത മിസ് ഇങ്ങനെ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശിറന്ന് പഠിപ്പിക്കും. എന്നിട്ട് മിസ് ഇങ്ങനെ പഠിപ്പിച്ചോടിക്കും, ആരെ ഒച്ച ഉണ്ടാക്കുന്നേ, ഞാൻ പുറത്തിറക്കി വിടും കേട്ടോ എന്നറിയും. പക്ഷെ പുറത്തൊന്നും ഇറക്കി വിടത്തില്ല കേട്ടോ, മിസ് ഇങ്ങനെ പഠിപ്പിക്കും. ഇനി ചോദിക്കുവാണെങ്കിലും നമുക്ക് തുടക്കം ഒടുക്കമൊക്കെ മാത്രമേ അറിയത്തുണ്ടാവില്ല. അപ്പം മിസ്സിനോട് മിസ് അതിങ്ങനെയെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞാലും ബാക്കി മിസ് പറയും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറയും. അവസാനം ദിസ് ഈസ് കോൾഡ് ദാറ്റ് എന്ന് പറയും. അങ്ങനെയായിരുന്നു പ്രീത മിസ്സിന്റെ ക്ലാസ്. നല്ല രസമായിരുന്നു, എല്ലാം തന്നെ നല്ല വൈബായിരുന്നു. ഉറക്കം വന്നാലും മിസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിണ്ടാണ്ടിരിക്കും പിള്ളേരെ, ഇങ്ങനെ ഞാൻ പുറത്തിറക്കി വിടും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൈബാക്കി വിടും. അതേപോലെ ഡൈനാമിക്സിന്റെ ഞാൻ പറയാൻ മറന്ന ഒരു കാര്യമാണ്, ക്ലാസ് ഇങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കും. അവസാനത്തെ 10 മിനിറ്റ് കരിയർ ഗൈഡൻസിനുള്ളതാണ്. ഞങ്ങളിങ്ങനെ മോട്ടിവേഷൻ തീർത്ത് കഴിയുമ്പോൾ ഡൈനാമിക്സ് ഇങ്ങനെ മോട്ടിവേഷൻ മാറിക്കരി തരും. ഞങ്ങൾ എങ്ങനെ തന്നെ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ആവേശത്തിന് മുഴുവനെ ചെന്ന് നിൽക്കും. ആ പീരീഡ് കഴിയുമ്പോൾ അതൊക്കെ തീരും, എന്നാലും ഞങ്ങളുടെ സന്തോഷത്തിന് അതങ്ങിരിക്കും. പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ചിരിച്ചോട്ട് കയറി വരും, ബുക്കൊക്കെ ഇങ്ങനെ പിടിച്ച് ചിരിച്ചോട്ട് കയറി വന്ന് ലെറ്റ് എക്സ് ബി ദാ എന്ന് പറഞ്ഞ് കയറി വരും. മാച്ചിങ് ചുരിദാർ, മാച്ചിങ് കമ്മല്, മാച്ചിങ് സ്ക്രഞ്ചസ് അങ്ങനെ ഇട്ട് വരുന്നത് നമ്മുടെ സുന്ദരി ജിഷാ മിസ്. ജിഷാ മിസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ജിഷാ മിസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രോളാൻ, ആൽബിറ്റോ നിന്റെ പേര് ആൽബിറ്റോ എന്നല്ലേ, കൃഷ്ണനൊന്നും അല്ലല്ലോ, അങ്ങനെ ഓരോരോ കൊച്ചു കോമഡികളൊക്കെ പറഞ്ഞ് ജിഷാ മിസ് ഇങ്ങനെ ക്ലാസ് എടുക്കും. പക്ഷെ ജിഷാ മിസ് ഫുള്ള് പ്രോബ്ലം ആണെങ്കിലും നമുക്കങ്ങനെ പ്രോബ്ലം ഉണ്ടാവാറില്ല, നമുക്കിങ്ങനെ ബുദ്ധിമുട്ടാവാറില്ല. ജിഷാ മിസ് ഇങ്ങനെ പ്രോബ്ലം ഇങ്ങനെ പറയും, നമ്മളത് ഓക്കെ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും എഴുതും. എഴുതിയ ശേഷം പിന്നെ നമുക്ക് 5 മിനിറ്റ് റെസ്റ്റാ, അത് ഇവിടെ നമ്മുടെ അടുത്ത പ്രോബ്ലത്തിൽ പോകണം. അതുകൊണ്ട് നമ്മൾ ഒട്ടും മടിക്കുകയല്ല. വർത്താനം പറയാനൊക്കെ ആവശ്യത്തിന് സമയം കിട്ടുന്ന ഒരു ചിൽ ക്ലാസ് ആയിരുന്നു ജിഷാ മിസ്സിന്റെ മാത്സ് ക്ലാസ്. പിന്നെ ഇനി അത് ജിഷാ മിസ്സിന്റെ ഒരു മെയിൻ ഡയലോഗാണ്, എന്ത് വാടി ഇത്. അയ്യോ ഹിന്ദി ക്ലാസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹിന്ദി ക്ലാസ്സിൽ മിക്കവാറും ദിവസം കുത്തനെ എണീറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ക്ലാസ് എടുക്കും, ഞങ്ങൾ എന്തെങ്കിലും വർത്താനം പറയും, എന്നെയും സ്നേഹനെയും ജുവലിനെയും പൊക്കും. ഞങ്ങൾ വർത്താനം പറയുമായിരിക്കും, ഞങ്ങളോട് ചോദിക്കും, ജുവലിന് ഉത്തരം അറിയത്തില്ല, എനിക്ക് ഉത്തരം അറിയത്തില്ല. ഇതേപോലെ വർത്താനം പറഞ്ഞായിരിക്കും സ്നേഹ, അവൾ ഉത്തരം പറയും, എന്നിട്ട് അവൾ അവിടെ ഇരിക്കും. ഞങ്ങൾ അവിടെ കുത്തനെ എണീറ്റ് നിന്ന് ചിരിയോട് ചിരിയും. പക്ഷെ അങ്ങനെ ദേഷ്യപ്പെട്ടാലും ഒട്ടും ഫീൽ ആവാത്ത രീതിയിലാട്ടോ സ്മിത മിസ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്നത് അല്ലേ. സ്മിത മിസ് ഓർമ്മകളായ ഇറക്കുകയാണ്. പിന്നെ മേഘ മിസ്സിന്റെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കൂടിയിട്ടില്ല, പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് വൈബ് ക്ലാസ്, ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാം, മിസ് ഇടയ്ക്ക് ചോദ്യം ചോദിക്കും, പാട്ടൊക്കെ പാടി ചിരിച്ചിട്ടായിട്ട് ഒട്ടും ബോറടിക്കാതെ അങ്ങ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ് എന്ന് പറയും. പിന്നെ മനേശ്വരനെ പറ്റി സഞ്ജു ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ സഞ്ജു ചേട്ടൻ ജന്മണിക്ക് സാൾട്ട് എന്താന്ന് പറഞ്ഞു തരത്തില്ല. സഞ്ജു ചേട്ടാ എന്നാൽ ഇതാണോ, അല്ല ഈ സാൾട്ട് അല്ല, ഇത് എന്ത് സാൾട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ അവസാനം സ്വന്തം കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെയായിരുന്നു. ഞാൻ ആരെ പറ്റി പറയാനൊന്നും പറഞ്ഞില്ലല്ലോ. മനേശ്വരൻ ഇങ്ങനെ ചിരിച്ച് അങ്ങനെ ഓവർ ഇങ്ങനെ പറയാതെ ചിരിച്ച്
ആഹാ കൊള്ളാം. ആ പെണ്ണിലൊന്നും അഴുന്നിട്ട് പൊട്ടിക്കരുത് എന്ന രീതിയിൽ ഒന്നും നശിപ്പിക്കരുതെന്നുള്ള രീതിയിൽ മനസ്സേട്ടൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോകും. പിന്നെ അതിനെ പറ്റി പറയാനുള്ളത് പ്രസ്റ്റി ചേട്ടൻ. പിന്നെ ഞങ്ങൾ ടേസ്റ്റ് പാർക്കില്ല സ്വന്തം ചേട്ടൻ പ്രസ്റ്റി ചേട്ടൻ. എന്ത് പ്രസ്റ്റി ചേട്ടൻ നാടകത്തിന് വീഡിയോ തരാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി, എനിക്കൊന്ന് കാണണം അത്. അതിന് പ്രസ്റ്റി ചേട്ടനാണെങ്കിലും എപ്പോഴും ചിരിച്ച മുഖത്തോടെ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് പ്രസ്റ്റി ചേട്ടൻ. അങ്ങനെ ഓരോരുത്തരുമായിട്ട് നമുക്ക് ഓരോരോ പർട്ടിക്കുലർ ആയിട്ടുള്ള രസമുള്ള ഓർമ്മകളുണ്ട്. ഫിമയുടെ ചിരി ഫിമയുടെ ഐക്കോണിക് ചിരിയാണ്. പിന്നെ അതിനെ പറ്റിയും പറയാനില്ലല്ലോ, എല്ലാവരെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ക്ലാസ്സിലെ ഒഫീഷ്യൽ ജെന്റിൽമാൻ ആരാണ്? ബിയോൺ അവിടെ ഉണ്ടല്ലോ അല്ലേ, മിസ്റ്റർ പെർഫെക്റ്റ്. ലിജോ സാർ ഇട്ടതാ. പിന്നെ ലിജോ സാറിന്റെ സ്വന്തം സിഗ്മ സ്ക്വയർ. അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരെ പറ്റി രസകരമായ ഓരോ ഓർമ്മകൾ ഇങ്ങനെ കടന്ന് ഇങ്ങനെ പോവായിരുന്നു. ജെയ്സൺ സാറിനെ പറ്റി വേണം. ജെയ്സൺ സാർ മിക്കവാറും ഒരു കുട്ടി ജയനാണ്. പൂക്കളുള്ള ഷർട്ടൊക്കെ ഇട്ട് കൈയൊക്കെ ഇങ്ങനെ വേരിപ്പിച്ച് അങ്ങനെ ജെയ്സൺ സാർ അടിപൊളിയായിരുന്നു. ആഡാ മിസ്സിന്റെ കൈ മയക്ക് കിട്ടിയ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും. വാവും, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു, കൊള്ളാലോ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും. അങ്ങനെയായിരുന്നു ഓരോ മിസ്സുമാരും. ഇവിടെ വന്ന് കുറേ ഓർമ്മകളുണ്ടായി. അലക്സ് സാറിനെ പറ്റി ഞാൻ പ്രത്യേകം പറയണം. അലക്സ് സാറിൻ്റെ ക്ലാസ് ഒരു പിന്നിട്ടാൽ അവിടെ ഒച്ച കേൾക്കും. അത്ര സൈലൻറ്റും ഡിസിപ്ലിനും പക്ക ക്ലാസ് ആയിരുന്നു. ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, ഷോർട്ട് നോട്ട് പഠിച്ചിട്ട് വരിക, അങ്ങനെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വന്നൊരു ക്ലാസ് ആയിരുന്നു ഇംഗ്ലീഷ് ക്ലാസ്. പിന്നെ അലക്സ് സാറിനെ NCCയിലും പിന്നെ ഞങ്ങൾ നന്നായിട്ട് അറിയാം. ജെയിൻ സാബ് എന്ന് പറയുമ്പോൾ അലക്സ് സാറിന് ഞെട്ടലോ. അങ്ങനെ ഓരോ ടീച്ചറെ പറ്റി അങ്ങനെ ഓരോ നല്ല ഓർമ്മകളുണ്ട്. സമയം കഴിയാനായി, എനിക്ക് കുറച്ചുകൂടെ പറയണമെന്നുണ്ടായിരുന്നു, മാറ്റിയെടുത്തില്ല. എന്നിട്ട് മതി ഞാൻ പറഞ്ഞു തീർന്നു. അപ്പോൾ ഈ 2 വർഷത്തെ യാത്ര അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോവാണ്. ഈ അവസരത്തിൽ ഞാൻ 2 വരി പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. ഇത്ര നേരം എന്നെ കേട്ടിരുന്നല്ലേ, ഇതും കൊണ്ട് നിങ്ങൾ സഹിച്ചേ പറ്റൂ. അയ്യോ മറന്നുപോയി, എന്നാലും ഞാൻ ആലോചിച്ച് പാടും. ഇനിയില്ലിതുപോലെ സുഖമറിയുന്നൊരു സമയം. തുടക്കത്തിലല്ല എന്നോടൊന്നും മറന്നുപോയി. സാരമില്ല, ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നതല്ല, പോട്ടെ. സാരമില്ല. അപ്പം എല്ലാവരും ഇനിയും വീണ്ടും കാണുമെന്നും അല്ല, നമ്മൾ പരീക്ഷയ്ക്കാണല്ലോ, പരീക്ഷ കഴിഞ്ഞും ഈ ബന്ധങ്ങളെല്ലാം ഇങ്ങനെ തന്നെ ദൃഢമായിട്ടിരിക്കണം. എല്ലാവരും ഇങ്ങനെ ചിരിച്ച് സംസാരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടീച്ചേഴ്സിനെ വിസിറ്റ് ചെയ്യണം. നമ്മളിങ്ങനെ പ്രത്യേകിച്ച് സയൻസുകാരെ ഈ വഴിക്ക് വരുന്നില്ലെന്ന് അനഘമിസ്സിന് നല്ല പരാതിയുണ്ട്. അത് നമ്മൾ മാറ്റി കൊടുക്കണം. ദൈവമേ 2024 പാസ് ഔട്ടായ പിള്ളേരെ ഇവരിതുവരെ പോകാനായില്ലേ എന്ന് അനഘമിസ് ചോദിക്കണം. അതിന് നമ്മൾ ഇടവരുത്തണം, നമ്മളൊരു വിട്ടുകൊടുക്കരുത്. നമ്മൾ ലിജോ സാറിലെങ്കിലും സയൻസിന്റെ ശക്തി തെളിയിക്കണം. അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട സിബിയച്ച, പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അപ്പോൾ 2 വർഷം +1 +2 ജീവിതം ഇന്ന് ഇവിടെ സെൻഡ് ഓഫോടെ എക്സാമോടെ തീരുകയാണ്. അപ്പം ഏറ്റവും അവസാനത്തെ ക്ലാസ് എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ, ഒപ്പം വിഷമമുണ്ട്. അപ്പം ആഗസ്റ്റ് 25-ാം തീയതി 2022 നമ്മൾ ഈ സ്കൂളിലെ, അല്ലെങ്കിൽ സ്കൂളല്ല, ഈ സെൻറ് മേരീസ് കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ പലവിധ ചിന്തകളും വിഷമങ്ങളും എല്ലാം, അതായത് പഴയ സ്കൂളിൽ നിന്ന് പോയ വിഷമങ്ങളും എല്ലാം കൊണ്ടാണ് നമ്മളിവിടെ എത്തിയത്. അപ്പം നമ്മളെത്തി മാതാപിതാക്കളുടെ കൂടെയാണ് എത്തിയത്. ഓരോ ടീച്ചേഴ്സ് വരുന്നു, അവരവരുടെ കാര്യങ്ങൾ പറയുന്നു. ഒരു സ്കൂളിൻ്റെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, ആരൊക്കെയാണ് അധ്യാപകർ എന്നിങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്കന്ന് കിട്ടി. അപ്പോൾ ഞാൻ കുറച്ച് ലേശം വൈകിയാണ് അന്ന് ആ പരിപാടിക്ക് എത്തിയത്. അപ്പം സീറ്റും ക്ലാസ് റൂമിലേക്ക് സീറ്റും എനിക്ക് കിട്ടിയില്ല, ഞാനും അമ്മയും പുറത്തായിരുന്നു നിന്ന്. അപ്പം ലിജോ സാറ് ഈ ക്ലാസ് ടീച്ചറായിട്ട് ലിജോ സാറായിരുന്നു. അപ്പോൾ ലിജോ സാറ് ഇങ്ങനെ സാറിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം സാറിന് എങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരു പക്ക റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു ക്ലാസ് ടീച്ചറിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സാറ് ഫസ്റ്റ് തന്നെ പറഞ്ഞത്, സാറ് എപ്പോഴും പറയുന്നതും പറഞ്ഞൊരു ടിപ്പേ ഉള്ളൂ, നിങ്ങൾ ആരെയും സഹായിക്കരുത്, നിങ്ങൾ ആരെയും സഹായിക്കാനേ പോകണ്ട, നിങ്ങൾ ആരെയും ഉപദ്രവിക്കാതിരുന്നാൽ മതി. അത് മാത്രമേ സാറ് ഇപ്പം കഴിഞ്ഞ ക്ലാസ് വരെ സാറ് പറഞ്ഞ ടിപ്പ്. അങ്ങനെ ഒരു
പക്ക സയൻസ് ബാച്ച് ആണെന്ന് കരുതി പോയെങ്കിലും, അതായത് സയൻസ് ഇത്ര നിയമത്തിനും അതായത് എല്ലാ നിയമങ്ങളും വശങ്ങളും മാത്രം നടത്തി പോകണമെന്ന് സാറ് പറഞ്ഞിരുന്നെങ്കിലും ഒരു മെഴുകുതിരി അലിയുന്ന പോലെ സാർ ഇങ്ങനെ ഓരോ സമയം കഴിയുന്നതോറും ഇങ്ങനെ അലിഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ സെന്റ് മേരീസിന്റെ പ്രധാന അല്ലെങ്കിൽ ശില്പി തന്നെയായിട്ടുള്ള സിബിയച്ചനാണ്. എന്ത് കാര്യത്തിനും, അതായത് ചെയ്യുന്നതേ പറയൂ, പറയുന്നതേ ചെയ്യൂ എന്ന ആപ്തവാക്യവുമായി എല്ലാ പരിപാടിയിലും തുടക്കം മുതൽ ഒടുക്കം വരെ ആ പരിപാടി വിജയിപ്പിക്കുവാനായി ഉള്ള എല്ലാ സാന്നിധ്യവും അച്ഛൻ്റെ വകയുണ്ടായിരുന്നു. അച്ഛൻ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളോട് ചെറുതായിട്ടൊന്ന് ഡിസിപ്ലിനായിട്ടും പോകണമെന്നൊക്കെ പറയുമെങ്കിലും അച്ഛൻ നമുക്കെല്ലാവർക്കും സ്നേഹവും അച്ഛൻ്റെ എല്ലാവിധ കയ്യൊപ്പും നമ്മുടെ ഈ 2 വർഷത്തിൽ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. പിന്നെ സയൻസ് ബാച്ചിനെ പറ്റി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ പറയുകയാണെങ്കിൽ ജിഷ മിസ് ഞങ്ങളുടെ മാത്സിൻ്റെ മിസ്സാണ്. മിസ്സ് വരുന്നത് മാത്സ് മിസ്സിന് വളരെ ഇഷ്ടമാണ്. അപ്പം മിസ്സ് നമ്മളിലേക്ക് മാത്സ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കാനല്ല, നമ്മളുടെ മാത്സിന് അതായത് നമ്മൾ പുറത്തേക്ക് വരാൻ വേണ്ടി. പക്ഷെ അതിൻ്റെ ഇടയിലും മിസ്സിൻ്റെ തനതായ കുറച്ച് കോമഡികളും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മിസ്സ് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരു ഇരയാവും. ചിലപ്പം അലനാവാം, ചിലപ്പോൾ ആൽബിറ്റോ ആവാം, അങ്ങനെ. പക്ഷെ അത് മിസ്സിൻ്റെ തനതായ ശൈലിയിൽ ആരെയും വേദനിപ്പിക്കില്ല കേട്ടോ. എല്ലാവരും അത് അതിൻ്റെതായ ആ കോമഡിയിലെടുക്കും. അപ്പം അങ്ങനെ നോക്കുമ്പം മിസ്സിൻ്റെ ഫലിതങ്ങളെല്ലാം ഇങ്ങനെ ഓരോ കോമഡിയും അങ്ങനെ മറക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സിലുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഷീത മിസ്. ഓർഗാനിക്, ഇൻഓർഗാനിക് ഓരോ ചാപ്റ്റേഴ്സും മിസ്സിന് തന്നെ അറിയാം. മിസ് ഇത് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നറിയാം. പക്ഷേ ഏത് പാദയാത്രയ്ക്കും വിളിച്ചു പറഞ്ഞാലും വാതോരാതെ ഓർഗാനിക്കോ ഇൻഓർഗാനിക്കോ, അതായത് മിസ് നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓർഗാനിക്കിനെ പറ്റി. ഇതൊക്കെ സിമ്പിളാണെന്നാണ് മിസ് പറയുന്നത്. എന്തായാലും ഏത് രാത്രിയും മിസ് വാതോരാതെ ഇതിനെപ്പറ്റി പറയും. പിന്നെ ലാബും അതുപോലെ തന്നെ സാൾട്ടിൻ്റെ സ്കീമിങ്ങിനെ ആവർത്തിച്ച് നല്ല രസത്തിൽ ഇങ്ങനെ പോയി. പിന്നെ നമ്മുടെ ബോട്ടണി മിസ് ഡൈനാമിക്സ് ബോട്ടണിയാണ് പഠിപ്പിക്കുന്നത്. മിസ് പ്രകൃതി ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നിങ്ങൾ പുറത്തേക്ക് നോക്കൂ, പ്രകൃതിനെ കണ്ടോ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം. അപ്പം നിങ്ങളിങ്ങനെ എപ്പോഴും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കണം പ്രകൃതിനെ എന്നാണ് മിസ് സാറ്. മാത്രമല്ല മിസ്സിൻ്റെ കരിയർ ഗൈഡൻസ് എല്ലാവരും നിങ്ങൾ ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ എന്തിനെ പറ്റിയാണ് ഇനി ഭാവിയിലേക്ക് ചിന്തിക്കുക, അങ്ങനെ മിസ് എപ്പോഴും നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും നമ്മളിനി എന്താണ് ഭാവിയിലേക്ക് ഏത് കോഴ്സാണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നും ഒക്കെ മിസ് അതേപ്പറ്റി വളരെ വിശദമായി അത് കേൾക്കാൻ ശ്രമിക്കുകയും എന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാലും അത് കേൾക്കുകയും അത് ആ കോഴ്സിൻ്റെ മറ്റ് വശങ്ങളും ഇനി കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാം മിസ് വളരെ വിശദമായി പറഞ്ഞു തന്നു. പിന്നെ നമ്മുടെ പ്രീത മിസ് സുവോളജിയാണ്. മിസ്സിൻ്റെ മോൻ ഇവിടെ പഠിക്കുന്നതുകൊണ്ടാണ് മിസ്സിന് ആ പ്രായത്തിലുള്ള എല്ലാവരും എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതാക്കുന്നതെന്ന് വെച്ച് മിസ് അത് തന്നെ വന്ന് ചോദിക്കും. നമ്മൾ ക്ലാസ്സിന് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങുകയാണോ അതോ നമ്മൾ അതില്ലാതെയാണോ, ക്ലാസ്സിനോട് ഒരു താല്പര്യമില്ലാതെ ഇരിക്കുകയാണോ എന്ന് മിസ്സിന് അപ്പം തന്നെ മനസ്സിലാവും. മിസ് വന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പം മിസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മളെപ്പറ്റി അറിയുകയും അത് പയ്യെ വന്ന് ചോദിക്കുകയും അതിന് തക്കതായ മറുപടിയൊക്കെ തരുകയും ചെയ്ത മിസ്സാണ്. പിന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷിൻ്റെ അനഘ മിസ് ഒരു +2കാരി തന്നെയാണ്. മിസ് എപ്പോഴും നമ്മുടെ കാര്യങ്ങളെല്ലാം ഉടനെ അറിയുകയും അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന മിസ്സാണ്. മിസ് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് സയൻസ് ക്ലാസ്സിൽ നിന്നിരുന്നത്. എല്ലാ കാര്യങ്ങളും എന്താ പറയുക ഒരു ഇങ്ങനെ പയ്യെ വന്ന് ചോദിക്കുകയും കൂട്ടത്തോടെ ഇരുത്തി എല്ലാവരോടും അഭിപ്രായം ചോദിക്കുകയും ചെയ്യുന്ന മിസ്സിൻ്റെ എന്താ പറയുക ഞങ്ങളിങ്ങനെ പുറത്തു പോയിരിക്കാൻ എപ്പോഴും മിസ്സിന് പുറത്തു പോയി അവിടെ ഇരുന്ന് എടുക്കുന്നതാണ് ക്ലാസ് ഇഷ്ടം. പക്ഷേ എപ്പോഴും സാധിക്കാറില്ല. എങ്കിലും മിസ്സിൻ്റെ കൂടെ മരച്ചോട്ടി പോയിരുന്ന് ക്ലാസ് കേട്ടൊക്കെ നല്ല രസമുള്ള അനുഭവങ്ങളാണ്.
പിന്നെ പിന്നെ ലാംഗ്വേജ് സ്മിത മിസ്. ഇങ്ങനെ ഹിന്ദി ക്ലാസ് എപ്പോഴും കലപില ശബ്ദങ്ങൾ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം എത്ര ശബ്ദം ഉണ്ടാക്കിയാലും മിസ് വളരെ അതൊന്നും നടിക്കാതെ, അതായത് അതൊന്നും വിലക്ക് എടുക്കാതെ ഒരു പുഞ്ചിരിയോടെ എപ്പോഴും ക്ലാസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. മിസ്സിനെ പിന്നെ ഒരു കാര്യം പറയാനുള്ള, സൗഹൃദ ക്ലബിൻ്റെ ലീഡറാണ്. അത് ആരും ഇവിടെ പറയാറില്ല, എന്നാലും സൗഹൃദ ക്ലബിൻ്റെ ഒരു അംഗം എന്ന നിലയിൽ മിസ്സിൻ്റെ നേതൃത്വത്തിൽ സൗഹൃദ ക്ലബ് 2 കൊല്ലം ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മേഘ മിസ്, ഞാൻ ഒരു ഹിന്ദി സ്റ്റുഡൻ്റ് ആണ്. അപ്പം മേഘ മിസ് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ചിരിച്ചു കാണിക്കുമ്പോൾ എന്നെയും ചിരിച്ചു കാണിക്കുന്നു. ക്ലാസ്സിലില്ല എങ്കിലും ചിരിച്ചു കാണിക്കുന്നു. അപ്പം എപ്പോഴും ഒരു പുഞ്ചിരി തുളുമ്പുന്ന മുഖത്തോടെയുള്ള മിസ്സിനെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. പിന്നെ നമ്മുടെ ലാബ് അസിസ്റ്റന്റുമാരായ മനീഷ് ചേട്ടനും സഞ്ജു ചേട്ടനും. സഞ്ജു ചേട്ടൻ ഇങ്ങനെ കെമിസ്ട്രിയിൽ ലാബിൽ ഓരോ സാധനം പൊട്ടിക്കുന്നു, അതിന് പൈസ വഹിക്കുന്നു, പുറകെ വരുന്നു, വീണ്ടും പൈസ വഹിക്കുന്നു. നെവിനൊക്കെ ഇഷ്ടം പോലെ പൊട്ടിച്ചു, അവൻ്റെ പുറകെ വരുന്നു, എന്നിട്ട് എന്നോടൊക്കെ അങ്ങനെ എപ്പോഴും ഒരു ഇനി മനീഷ് ചേട്ടൻ ഇങ്ങനെ ഫിസിക്സിൻ്റെ ലിജോ സാറിനോടൊപ്പം ഇങ്ങനെ ഫിസിക്സിൻ്റെ പുറകെ കൂടെ ഇങ്ങനെ നടക്കും. എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കും. പിന്നെ ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ട് നമ്മളോട് ഇങ്ങനെ സംസാരിക്കും. എന്തായാലും രണ്ടുപേരും എപ്പോഴും ഒരു ടീച്ചേഴ്സിനെ പോലെ തന്നെ ലാബിൽ ഞങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും നോക്കുകയും അതിനനുസരിച്ച് ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു. പിന്നെ അലക്സ് സാറ് +1 ഞങ്ങൾക്ക് 2 ചാപ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട് 3 ക്ലാസ്സിലേ ആകെ വന്നിട്ടുള്ളൂ. എങ്കിലും വളരെ എന്താ പറയുക, ഇത്രത്തോളം നിശബ്ദമായ വേറൊരു ക്ലാസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതായത് സാറിൻ്റെ എന്താ പറയുക, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരിതും, സാറ് പഠിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം സാറിങ്ങനെ അച്ചട്ടായി ഇങ്ങനെ നോക്കി വരും. അത് നമ്മളിലേക്ക് എത്തുന്നുണ്ടെന്ന് സാർ ഉറപ്പിക്കുകയും ചെയ്യും. അപ്പം സാറിൻ്റെ ക്ലാസ് വളരെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു. പിന്നെ മറ്റെല്ലാ അധ്യാപകരും ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നിങ്ങനെ ഒരു അങ്ങനെയൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കണ്ട ടീച്ചേഴ്സാണ്. എനിക്കത് പ്രത്യേകം അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഈ ഫ്രണ്ട്സ് സർക്കിളാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇതുവരെയായിട്ടും മൊത്തം 3 സ്കൂള് കഴിഞ്ഞിട്ടാണ് ഈ സ്കൂളിലേക്ക് വരുന്നത്. അപ്പം ഞാൻ ഇതുവരെയായിട്ടും ഒരു ക്ലാസ്സിലും ഞാൻ 1 തൊട്ട് LKG തൊട്ട് +10ാം ക്ലാസ് വരെ പഠിച്ച ഒരു ക്ലാസ്സിലും എനിക്ക് എൻ്റെ ക്ലാസ്സിലെ എല്ലാവരുടെയും പേരറിഞ്ഞൂടാ. എനിക്ക് ആരുടെയും പേരറിഞ്ഞൂടാ, മീൻസ് അങ്ങനെയല്ല, പേരറിയാം, എന്നാലും മൊത്തം പേരറിഞ്ഞൂടായിരുന്നു. അത് +1 അനഗാമിസിൻ്റെ നിർബന്ധപ്രകാരം എല്ലാവരുടെയും പേര് പഠിച്ചു. പിന്നെ ഇത്രയും ഓവർ ടാലൻ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കളുടെ ഇടയിൽ കഴിയാൻ കഴിഞ്ഞ വളരെ നല്ലൊരു അനുഭവമായി ഞാൻ കരുതുന്നു. പിന്നെ ടൂറ്, +1 ഓണത്തിൻ്റെ പരിപാടികളും +2 ടൂറും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. എന്തായാലും ഓണത്തിന് ഞാൻ ആദ്യമായിട്ടാണ് മുണ്ടെടുത്ത് ഓണത്തിന് സ്കൂളിലെ ഓണപരിപാടിക്ക് വരുന്നത്. അപ്പം അതിൻ്റെ പിന്നെ ആ വടംവലിയും വെറുതെ കിടന്ന് ആരവവും അങ്ങനെ അതൊക്കെ ഒരു രസമുള്ള ഇതായിരുന്നു. പിന്നെ +2കാരുമായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് പോലും അറിയാതെ ഞങ്ങൾ ഫൈനൽ വരെ കിടന്നു. അതൊക്കെ ഒരു ഉത്സാഹവും എല്ലാം നിറഞ്ഞൊരു ഇതായിരുന്നു. പിന്നെ +2 ടൂർ എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. ഓഫ് റോഡ് ട്രിപ്പും അതിൻ്റെ ഇടയിൽ ട്രിപ്പിൻ്റെ ഇടയിൽ GP വെച്ച മത്സരവും, പൈസേൻ്റെ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല എങ്കിലും ആ മത്സരം എല്ലാം വളരെ നല്ല രസമായിരുന്നു. പിന്നെ പറയാനായിട്ട് പറയുകയാണെങ്കിൽ സയൻസിലെ ഓരോ കുട്ടികളും, സയൻസിലെ അല്ല എല്ലാ കുട്ടികളും അവരുടേതായ വ്യത്യസ്തങ്ങളായ ഒരു വ്യക്തിത്വങ്ങളൊക്കെ ഉള്ളവരാണ്. ചിലർ ഓവറായിട്ട് സംസാരിക്കും, ചിലവരൊന്നും വേണ്ടില്ല. അതായത് പക്ഷെ നമ്മൾ അവരുടെ അടുത്തേക്ക് പോയി കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ മനസ്സിലാവും അവരൊക്കെ വളരെ ഓവർ ടാലൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അങ്ങനെ നോക്കുമ്പം ചിലവരൊക്കെ നമ്മളിങ്ങനെ ചിലവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കില്ലെങ്കിലും പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് അവരുടെ നിന്നും കിട്ടും. അപ്പം ഈ +1 +2 ജീവിതം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി തന്നെ നിലനിൽക്കുന്നു. ഇനിയും ഒരു 50 ദിവസമുണ്ട്. ആ 50 ദിവസത്തിലും പല ഓർമ്മകളും എനിക്ക് ലഭിക്കട്ടെ.
എല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Next, we have our students of Plus 2 Humanities, Abhijit Shaji and Wafa, to share their experience. ഗുഡ് മോർണിംഗ് പ്രിൻസിപ്പൽ അച്ഛ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. 2 വർഷം കണ്ണടച്ച് കണ്ണു തുറന്നപ്പോഴത്തേക്കും പെട്ടെന്നങ്ങ് പോയി. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു സ്കൂളുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ബട്ട് ഫേറ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പഠിക്കാൻ പറ്റി, ഇതേപോലെ നല്ല ഗുരുക്കന്മാരെ കിട്ടി, നല്ല ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി വിഷമവും. ഇവിടെ ഞാൻ ഫസ്റ്റ് വന്നപ്പം എന്താണ് എനിക്ക് തോന്നുന്നു, ആ ഷട്ടറിൻ്റെ താഴെ ആ അനഗാമിസ് ഇരിക്കുന്ന ആ സീറ്റിൻ്റെ ആ ബാക്കിലാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അന്ന് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ട 2 വ്യക്തികൾ, അല്ലു സി രാജേഷ്, അതുപോലെ തന്നെ മുഹമ്മദ് ഉബഷീർ. ഇവർ 2 പേരാണ് ആദ്യമേ ഞാൻ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ടീച്ചേഴ്സ് എല്ലാം ഇങ്ങനെ പല പല ക്ലാസ്സായിട്ട് തിരിഞ്ഞതിന് ശേഷം ഇവിടെയാണ് ഗ്യാതറിങ് ചെയ്തത്. അപ്പം ഓരോ ടീച്ചേഴ്സ് വന്നു, സബ്ജക്റ്റുകളെല്ലാം പറഞ്ഞു, അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ പഠിപ്പിക്കുന്ന ഇന്ന വിഷയമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക അങ്ങനെയൊക്കെ പറഞ്ഞ് പോയി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു കാര്യമുള്ളത്, ജീവിതത്തെ കൺവെർജ് ചെയ്യുന്ന ഓരോ ആൾക്കാരുമാണ് നമ്മുടെ ഗുരുഭൂതർ. അവൾ ഇത്രയും നല്ല ഗുരുഭൂതരെ എന്താ പറയുക കിട്ടുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ്. ഇവിടെ സിബിഎച്ചിനാണെങ്കിലും എനിക്കുള്ളൊരു അനുഭവം പറയാം. ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ ഇങ്ങനെ എന്താ പറയുക കൂട്ടുകാരോട് കളിക്കുകയാണ്. ആ സമയത്ത് സിബിഎച്ചൻ പെട്ടെന്ന് കയറി വന്ന് കുറേ വഴക്ക് പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാവർക്കും നിരത്തി പിടിച്ച് എംബോഷൻ എല്ലാം കൊടുത്തു. ഞങ്ങളെല്ലാവരും ആദ്യമേ ഇപ്പം ദൈവമേ ഇത്ര എഴുതണമല്ലോ, എങ്ങനെ എഴുതി കൊടുക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ കംപ്ലീറ്റ് ചെയ്തും കൊണ്ട് കൊടുത്തു. പക്ഷെ അതിനുശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. ക്ലാസ് റൂം എന്നത് അത് കളിക്കാനുള്ള സ്ഥലമല്ല, പഠിക്കാനുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ വേറെ ടീച്ചേഴ്സ് ഒരുപാട് ഞങ്ങളുടെ ബാച്ചിൽ തന്നെ, അതായത് ഞങ്ങളുടെ ആ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞ ഫാമിലി തന്നെ ആദ്യം തന്നെ ദീപ മിസ് ക്ലാസ് ടീച്ചർ എപ്പോഴും പറയുന്നവരെ, ഞാൻ ഒരു കുട്ടികളുടെ കാര്യം ഞാൻ നോക്കത്തില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു, അവരിതാ. പക്ഷേ എല്ലാ സമയത്തും അതിൽ നിന്നും ഓരോ മിനിറ്റിലും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് തരേണ്ട മോട്ടിവേഷൻ, എൻകറേജ് എല്ലാം തന്ന് ഞങ്ങളിങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മിസ്സാണ് ഞങ്ങളുടെ ദീപ മിസ്. ശരിക്കും ഇങ്ങനെ ആദ്യമേ എല്ലാ ടീച്ചേഴ്സും വന്ന് ക്ലാസ് എടുക്കുന്നത്, പക്ഷേ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ വന്ന് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തരേണ്ട ഓരോ നിർദ്ദേശങ്ങളാണ്. കരിയർ, നമ്മുടെ ജീവിതം എങ്ങനെയാണ് എങ്ങോട്ടാണ് പോകേണ്ടത്, നമുക്ക് ആദ്യമേ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ദീപ മിസ് ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ബിനീഷ് അച്ഛൻ എന്ന് പറയുമ്പോൾ എനിക്ക് നന്നായിട്ട് ബിനീഷ് അച്ഛനെ അറിയാം. കാരണം എൻ്റെ ഫസ്റ്റ് ഇയർ റെക്ടർ ആയിരുന്നു ബിനീഷ് അച്ഛൻ. പക്ഷേ അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഒരു എന്താ പറയുക അച്ഛൻ മകൻ ബന്ധം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ക്ലാസ്സിൽ വന്നാലും എന്താ സ്റ്റുഡൻസിനോട് അധികം എന്താ പറയുക പുള്ളിക്കാരൻ അങ്ങനെ ചിരിച്ച് കണ്ടിട്ടില്ല എന്ന് പല ആൾക്കാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പേഴ്സണലായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് ബിനീഷ് അച്ഛൻ എന്താ ചിരിക്കത്തില്ലേ, ഇങ്ങനൊക്കെ ഓരോരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പുള്ളിക്കാരൻ ഉള്ളിൽ ചിരിക്കുന്നുണ്ട്, അത് പുറത്ത് കാണിക്കാത്ത ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ബിന്ദു മിസ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആ വിഷയം പഠിപ്പിക്കുന്നത്, സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ പഠിപ്പിക്കുന്ന ഓരോ കാര്യവും മക്കളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, ഞാൻ വീണ്ടും പറഞ്ഞു തരാം. ഇപ്പം നാളെ പരീക്ഷ ഉണ്ട്, എല്ലാവരും പഠിച്ചിട്ട് വരണം കേട്ടോ. പിറ്റേ ദിവസമായി ഞാൻ പരീക്ഷ ഇടുക, മിസ്സേ ഒന്നും പഠിച്ചിട്ടില്ല. ഇപ്പം മിസ്സ് പറയും നിങ്ങളൊന്നും പഠിച്ചില്ലേ, പിന്നെ എന്താണ് ഞാൻ ഇന്നലെ കിടന്നങ്ങനെ കുറേ പറയും. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ആ പരീക്ഷ ഇടുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുമോ, ഞങ്ങളുടെ മെമ്മറിയിലേക്ക് അതിങ്ങനെ അടിച്ചിങ്ങനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു ടീച്ചിങ് മെത്തേഡാണ് ബിന്ദു മിസ്സിൻ്റെ. പിന്നെയുള്ളത് ഐഡ മിസ്, എനിക്കൊന്നും പറയാനില്ല. ക്ലാസ്സിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കത്തില്ല, ചട്ടപ്പടയെന്ന് പറഞ്ഞ് തുടങ്ങും എല്ലാം. നമ്മളിങ്ങനെ കേട്ട് ലയിച്ചവിടെ ഇരിക്കും. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇങ്ങനെ ചിലപ്പോൾ ടീച്ചറിൻ്റെ ലൈഫിൽ നടന്ന എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ എന്താ പറയുക ഉറക്കത്തിൽ നിന്നും മാറ്റി നിർത്തും. പിന്നെ എന്താ
എന്താ ഒരു ജില്ലായിട്ടാണ് പുള്ളിക്കാരത്തി നടക്കുന്നത്, ഒന്നും പറയാനില്ല. പിന്നെയുള്ളത് മേഘാമിസ്സാണ്. മേഘാമിസ് ക്ലാസ് ഒരിക്കലും മറക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഒരു റിലീഫ് കിട്ടുന്നത് മിസ്സിൻ്റെ ക്ലാസ്സിൽ നിന്നാണ്. അത് ഞങ്ങൾ മലയാളം പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും കൃത്യമായിട്ട് അറിയാം. ഒരിക്കലും ഞാൻ ആ ക്ലാസ് റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞ അത്രയ്ക്ക് എൻജോയബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് വേറൊരു ക്ലാസ്സിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെയുള്ളത് അനഘാമിസ് മിസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷാണ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്നെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പല പിള്ളേർക്കും അറിയാം, പല കുട്ടികൾക്കും അറിയാം മിസ് എത്രമാത്രം ഫ്രണ്ട്ലി ആണെന്ന്. നമ്മളെ എത്രമാത്രം എന്താ പറയുക എൻകറേജ് ചെയ്യും, അതുപോലെ മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ എന്ത് പ്രശ്നം വന്നാലും മിസ്സ് കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. അത് മിസ്സേ മറക്കൂല കേട്ടോ. പിന്നെ ആരെ ഞാൻ വിട്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു ആരെയും. പിന്നെ മറ്റ് ടീച്ചേഴ്സ്, എനിക്ക് മറ്റ് ക്ലാസ് റൂമിലൊന്നും കയറിയിട്ടുള്ള പരിചയമൊന്നുമില്ല. പക്ഷേ മിസ്സുമാരൊക്കെ കാണുമ്പോൾ എല്ലാവരെയും കാണുമ്പോൾ പൊതുവായിട്ട് ചിരിച്ചു കാണിക്കും, എല്ലാവരും ചിരിച്ചു കാണിക്കും. അങ്ങനെ വലിയ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ചില പ്രോഗ്രാമുകളിൽ ചില സഹായം നമ്മളോടൊന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് കൊടുക്കും. പക്ഷെ അതിന് കഴിഞ്ഞതിന് ശേഷം താങ്ക് യു എന്ന് പറയുന്ന ആ കുറേ കണ്ണുകൾ എനിക്ക് ഓർമ്മയുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ എന്താ പറയുക ഉള്ളി തട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെയുള്ളത് എന്താ പറയുക നിങ്ങൾ ഓരോരുത്തർ തന്നെയാണ്, ഒന്നും പറയാനല്ല. നല്ല ഫ്രണ്ട്ഷിപ്സ് ഈ +2 കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു നല്ല കൂട്ടുകാരെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പുണ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഞാൻ എന്ത് കേട്ടാണെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് നല്ല മൊമെന്റ്സ് എനിക്ക് ഹ്യൂമാനിറ്റീസ്, സയൻസ്, അതുപോലെ തന്നെ കൊമേഴ്സ്, ഇവിടെയുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഇവരെല്ലാവരും എടുത്ത് ചെല്ലുമ്പോഴും ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഉന്മേഷമാണ്. പിന്നെ എൻ്റെ കുറിച്ച് നടന്ന കുറച്ച് പേരുണ്ട്, അവർക്കെല്ലാവർക്കും അറിയാം. എന്തായാലും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറാൻ വേണ്ടി പറ്റി. ഞാൻ എന്ന വ്യക്തിനെ ഒരുപാട് ഒരു മരത്തിനെ അതിന് ശിഖരങ്ങളെല്ലാം വെട്ടിമുറിച്ച് അതിൻ്റെ ചോട്ടിൽ വളവിട്ട് നനച്ച് അതിനെ എത്രമാത്രം ഫലഭൂഷ്ടമാക്കാൻ വേണ്ടി പറ്റിയോ അതുപോലെ ഇവിടുത്തെ ടീച്ചേഴ്സ് നിങ്ങളും എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് ഒരുപാട്. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിൽ ഈ സമയത്ത് ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവം തരുന്ന അതായത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ സമയത്തും ചില ആവശ്യങ്ങളുണ്ടാവും. അത് മറ്റൊരു വ്യക്തിയിലൂടെ നമുക്ക് തരുന്നുണ്ടാവും. ആ വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ചില ആൾക്കാർ എനിക്ക് എന്താ പറയുക ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ടാവും, കുറേ ആൾക്കാർ വിഷമങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് ഞാൻ താന്നുപോയി, ചില സമയത്ത് എന്നെ ഒരുപാട് പൊക്കി പിടിച്ചു. ഈ താന്നു പോയ സമയത്തും ചില ആൾക്കാർ എനിക്കിങ്ങനെ കൈ തന്നിട്ടുണ്ട്, കയറി വാടാന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ. സത്യം പറഞ്ഞാൽ അന്നംകുട്ടീൻ്റെ ഭാഷയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ചാരന്മാർ. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ചാരന്മാർ. എല്ലാത്തിനും എല്ലാ കാര്യത്തിനും കൂടെ നിന്നും നന്ദി. താങ്ക് യു. ഗുഡ് മോർണിംഗ്. പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എന്താ പറയുക സ്കൂൾ ലൈഫിലൊരു ലാസ്റ്റിലെ ഒരു ഒഫീഷ്യൽ ഘട്ടത്തിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇനിയിപ്പം നമ്മൾ മര്യാദയ്ക്ക് എക്സാംസിന് മാത്രമേ കാണുള്ളൂ. അത് രാവിലെ വരുന്നു, എക്സാമിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കൂൾ ലൈഫ് കഴിഞ്ഞു. അപ്പം എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല. ഈ 2 years എത്ര പെട്ടെന്നാണ് പോയെന്ന് ഒട്ടും വിചാരിക്കുന്നേ ഇല്ല. എത്ര പെട്ടെന്നാണ് ഈ 2 വർഷം കടന്നു പോയത്. പിന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 വർഷം ഇരിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അത്രയും ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ക്യാരക്ടറിൽ നേരത്തെ അഭിജിത്ത് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ക്യാരക്ടറിൽ എനിക്ക് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫസ്റ്റ് അഡ്മിഷൻ കിട്ടിയ ടൈമിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ ഇവിടെ അഡ്മിഷൻ എടുത്തു. അപ്പം ഞാൻ പൊതുവേ സ്കൂളിനെ കേട്ടിട്ടുള്ളത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഒരുപാട് റൂൾസ് ഉണ്ട്, റെസ്ട്രിക്ഷൻസ്, റെഗുലേഷൻസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബട്ട് പിന്നെ അപ്പോൾ ഉമ്മക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉമ്മ പറഞ്ഞു താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് വേറെ സ്കൂളിലേക്ക് മാറ്റി ചേർക്കാൻ പറഞ്ഞു.
പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ ഉമ്മനെ ബുദ്ധിമുട്ടിക്കണ്ട വിചാരിച്ചിട്ട് ഓക്കെ പെർമനൻ്റ് ആയിട്ട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. സ്ട്രിക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആവശ്യമുള്ള സമയത്തും സാഹചര്യത്തിലൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അല്ലാത്ത ടൈമിലൊക്കെ ടീച്ചേഴ്സ് ആണെങ്കിലും പ്രിൻസിപ്പൽ, അച്ഛന് എല്ലാവരും ഭയങ്കരമായിട്ട് എന്ത് കാര്യത്തിനാണെങ്കിലും കൂടെ തന്നെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ CBH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൻ്റെ എല്ലാവരുടെയും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മൊത്തം നമ്മുടെ സ്കൂൾ ലൈഫിൽ എല്ലാത്തിൻ്റെയും നെടും തൂണാണ് CBH. എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിന്നും എന്തുണ്ടെങ്കിലും സപ്പോർട്ടായി നിന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളെ ക്ലാസ് ടീച്ചർ ദീപ മിസ്സ് ഒരു പക്ഷേ ക്ലാസ്സിൽ കയറിയിട്ട് ഒരു 1.25 മണിക്കൂർ മോട്ടിവേഷൻസ് ആയിരിക്കും. പിന്നെ പൊതുവെ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കൊന്നും പറ്റത്തുണ്ടാവില്ല, എങ്കിലും നമ്മളത് കേട്ടിരിക്കും. പിന്നെ ഇപ്പം നമുക്കതൊന്നും ഉപകാരപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ലൈഫിൽ എപ്പോഴേലൊക്കെ മിസ്സ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്ക് എന്തായാലും ഉപകാരപ്പെടും. മിസ്സിൻ്റെ മെയിൻ മോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് ഈസ് ഈക്വൽ ടു റിവിഷൻ, റിവിഷൻ ഈസ് ഈക്വൽ ടു മാർക്സ്. അതാണ് മിസ്സിൻ്റെ മെയിൻ മോട്ടോ. മിസ്സ് പറയുന്ന ഓരോ മോട്ടിവേഷനിലാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അതിൽ ഓരോരോ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഉണ്ടാവും കേട്ടോ. പിന്നെ അഡാമിസിന് പറയുകയാണെങ്കിൽ അഡാമിസ് അടിപൊളിയാണ്. ക്ലാസ്സിലേക്ക് വന്നിട്ട് എല്ലാവരും ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരിക്കും. അപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ബുക്കൊക്കെ എടുത്തൊന്ന് വായിച്ചൂടെ, മിണ്ടാണ്ടിരിക്കും പിള്ളേരെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരിക്കും. പിന്നെ ബിനേശച്ചനാണെങ്കിലും ബിനേശച്ചന് ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. പറഞ്ഞ പോലെ അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരിരുന്ന് ട്രോളിയിട്ട് അച്ഛന് ചിരി പിടിച്ചു വെക്കും. പൊട്ടി ചിരിക്കൂല കേട്ടോ, പക്ഷേ അച്ഛൻ്റെ ചിരി അച്ഛൻ പിടിച്ചു വെക്കും. ലൈക്ക് ആ ഒരു ടൈപ്പാണ് ബിനേഷ് അച്ഛന്. പിന്നെ ബിന്ദു മിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കൊക്കെ പിടിച്ച് ഞങ്ങളെ ലൈക്ക് ഞങ്ങളുടെ മിസ്സിന് ഏജ് ഇത്രയൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും മിസ്സ് സുന്ദരിയും സുമുഖിയുമാണ്. അപ്പം മിസ് ഇതേപോലെ ക്ലാസ്സിൽ എല്ലാ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സും അടിപൊളിയാണ്. പിന്നെ മേഘാമിസ്സിൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ ഫുൾ വർത്താനൊക്കെ ആയിരിക്കും. ബട്ട് എങ്കിലും മലയാളത്തിന് നല്ല മാർക്കൊക്കെ വാങ്ങും കേട്ടോ, അതങ്ങനെയാണ്. പിന്നെ സ്മിത മിസ് ചിലപ്പം ക്ലാസ്സിലേക്ക് ഇങ്ങനെ കയറി വരും, ഫ്രീ പീരീഡിലൊക്കെ എനിക്ക് കയറി വരിക. എങ്കിലും ഞങ്ങൾ ഒടുക്കത്തെ കഥ പറച്ചിലിരിക്കും. എന്നിട്ട് മിസ്സൊക്കെ നിങ്ങൾക്ക് ഇതുവരെ കഥയൊന്നും പറഞ്ഞ് തീർന്നില്ലേന്ന്. അങ്ങനെയാണ് സ്മിത മിസ്. പിന്നെ അനഘാമിസിനെ വെച്ച് പറയുകയാണെങ്കിലും അനഘാമിസ് അടിപൊളിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളൊരു ഫ്രണ്ടായിട്ട് തന്നെ മിസ്സ് ഞങ്ങളുടെ കൂടെ ഈ ഒരു 2 വർഷം എല്ലാ ബാച്ചുകാർക്കും നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റു ടീച്ചേഴ്സിനെ വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇങ്ങനെ അറിയില്ല, ബട്ട് എല്ലാവരും അടിപൊളിയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കൂടെ തന്നെ ഞങ്ങളുടെ സപ്പോർട്ടായിട്ട് എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് ഇവിടെ വന്നപ്പം പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. ലൈക്ക് എല്ലാവരും ഒരു ഫാമിലി പോലെയായി. ആരെയും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഈ 2 വർഷം കൊണ്ട് ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരുന്നു. കുറേ ഒരുമിച്ച് ചിരിക്കാനുള്ളതും ഒരുമിച്ച് കരയാനുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാവരും എപ്പോഴും ഞാൻ ഓർക്കും. പിന്നെ എല്ലാ ടീച്ചേഴ്സിനും ഈ 2 വർഷം ഞങ്ങൾക്ക് ചെയ്ത എല്ലാ കാര്യത്തിനും എല്ലാ ടീച്ചേഴ്സിനും ഞാൻ താങ്ക്സ് പറയുകയാണ്. പിന്നെ ശരിക്കും എല്ലാവരും എന്തായാലും മിസ് ചെയ്യും. താങ്ക് യു. Thank you, dears. Next, I invite the students of Plus 2 Commerce, Najat and Helen James to share their experience. ബഹുമാനപ്പെട്ട CBH, എല്ലാ മറ്റധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എനിക്കിങ്ങനെ ഭയങ്കര വൈബ്രൻ്റായിട്ട് പറയാനൊന്നും അറിയില്ല. പിന്നെ അനുഭവസമ്പന്നമായ 2 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ സെൻറ്റ് മേരീസിൻ്റെ പടികൾ ഇറങ്ങാൻ പോവുകയാണ്. ഈ സമയത്ത് ഓർത്തെടുക്കാൻ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് പ്ലസ് 1 പ്ലസ് 2 ക്ലാസ്സുകൾ സെൻറ്റ് മേരീസിലെ കൊമേഴ്സ് ക്ലാസ്സിൽ തന്നെ പഠിക്കണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അതേപോലെ തന്നെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. പക്ഷേ സ്വാഭാവികമായിട്ടും വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു. വേറെ സ്കൂളിൽ നിന്ന് വരുന്നു, പരിചയമില്ലാത്ത ആൾക്കാരെ കാണുന്നു. പിന്നെ ഫസ്റ്റ് ദിവസം ഇവിടെ വന്നപ്പോൾ തന്നെ സീനിയേഴ്സ് സ്കൂളിനെ കുറിച്ച് ബ്രീഫായിട്ടൊരു സമ്മറി തന്നു. അപ്പോൾ തന്നെ ടെൻഷൻ തുടങ്ങി. പിന്നെ ഗ്രാജ്വലി ടെൻഷനൊക്കെ ഇങ്ങനെ മാറി സ്കൂളായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു വന്നു. കാരണം ഇവിടുത്തെ പ്രോഗ്രാമുകൾ, ഇവിടുത്തെ ഡിസിപ്ലിൻ അതെല്ലാം വേറെ സ്കൂളുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ വേറെ സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ അവർക്ക് ഇങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ഓരോന്നും നടത്താറുള്ളത്. അത് ഞാൻ വളരെ എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ്. CBHനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളിൽ ഭയങ്കര പരുക്കനാണെങ്കിലും സ്നേഹസമ്പന്നനായ ഒരു അധ്യാപകനാണ് CBH എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ അനുമിസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരമ്മ തന്നെയാണ് ഞങ്ങൾക്ക്.
എൻ്റെ അമ്മയുടെ സ്നേഹം തന്നെയാണ്. അങ്ങനെ ചീത്തയൊന്നും പറയില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വളരെ കൂളായിട്ടാണ് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാറുള്ളത്. പിന്നെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ ബോറടിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ജെയ്സൺ സാറാണെങ്കിലും അനീഷ് സാറാണെങ്കിലും ഒക്കെ വളരെ കൂളായിട്ടാണ് അതൊക്കെ എടുത്തു തന്നിട്ടുള്ളത്. പിന്നെ ഷാനി മിസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സുന്ദരി മിസ്സാണ്. പിന്നെ അനഘ മിസ്സും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കമ്മൽ അങ്ങനെ കിട്ടുകൊണ്ടിരുന്ന അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം NSSനെ കുറിച്ചാണ്. NSS എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്ക് തന്നിട്ടുണ്ട്. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഷാനി മിസ്സും ഐഡ മിസ്സും തന്നെയാണ്. പിന്നെ 7 ദിവസത്തെ ക്യാമ്പ്, അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ കുറച്ച് വ്യക്തിപരമായ കാരണങ്ങളാൽ എനിക്ക് കുറച്ച് നാളത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ പോർഷൻസൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകരും അതിലുപരിയായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. പണ്ടത്തേക്കായും ഒരുപാട് നന്നായിട്ട് എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു. അവരായിട്ടുള്ള ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഒക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇവിടുന്ന് പടിയിറങ്ങുമ്പോൾ നമുക്ക് ഭാവിയെക്കുറിച്ച് വളരെ ആശങ്കകളുണ്ടാകും. മഹാഭാരതത്തിലെ കർണൻ ഒരുപാട് വിദ്യകൾ അഭ്യസിച്ചു, പക്ഷേ ഗുരുകടാക്ഷം മാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2 വർഷക്കാലം ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകളൊക്കെ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുണ്ടെങ്കിൽ സ്നേഹനിധികളായ അധ്യാപകർ അതെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. നമുക്കെല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഡാർക്കായൊരു സീനല്ലേ. നമ്മുടെ ഹൈസ്കൂൾ ലൈഫ് ഏകദേശം ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ആദ്യം ഒരു മൊമെൻ്റ് എടുത്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് ശ്വസിക്കുക. അത്രയും നേരം കുറേ പറഞ്ഞല്ലേ. സോ ഇപ്പം ഞാൻ സത്യമായിട്ട് പറയട്ടെ. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും വാക്കുകളിൽ ഒതുക്കാൻ പറ്റിയൊരു കാര്യമേ അല്ല എൻ്റെ ഈ സ്കൂൾ അനുഭവം എന്ന് പറഞ്ഞാൽ. എനിക്കത് കൺവേ ചെയ്യാൻ പറ്റില്ല ജസ്റ്റ് വേർഡ്സ് യൂസ് ചെയ്താൽ. പക്ഷെ നല്ല ശ്രമിക്കാം. സോ ഫസ്റ്റായിട്ട് ഞാൻ സ്കൂളിൽ വന്ന് പഠിക്കുന്ന അത്യാവശ്യം ഭയങ്കര നെർവസ് ആയിരുന്നു. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒന്നും ഒരു ബോധവും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ചെറുതായിട്ട് ഇവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയവരാണ് പിന്നെ കുറച്ചുകൂടി കോൺഫിഡൻസ് ഒക്കെ കിട്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി ബ്ലെൻഡിൻ ആയത്, അങ്ങനെ വേണേൽ പറയാം. പിന്നെ ഞങ്ങളെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ കൊമേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്പെഷ്യലായിരിക്കും. അത് ഞങ്ങളെ ഫസ്റ്റ് ഓണത്തിന് തന്നെ ഞങ്ങൾ വടംവലി ജയിച്ചിട്ട് ഞങ്ങൾ ജയിച്ചത് സാക്ഷിയാണ്. സോ ഗൈസ് കൊമേഴ്സ് സൗണ്ട് ഉണ്ടാക്കിയടോ, എന്താണ് നമ്മൾ വടംവലിയല്ലേ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഏകദേശം ഒരേ സെയിം വേ ആണെന്ന് തോന്നുന്നു എനിക്ക്. ജസ്റ്റ് നമ്മളെല്ലാവരും കുറച്ചുകൂടി കമ്പനി ആയത് നമ്മൾ ഈ ആർട്സും സ്പോർട്സിൻ്റെ ഇതിൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി എല്ലാവരും കമ്പനി ആയെന്ന് എനിക്ക് തോന്നുന്നു. അത് ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, സത്യം പറയാലോ. ആൻഡ് ഞാൻ കൊമേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും വിട്ടുമാറ്റാൻ പറ്റാത്തൊരു സാധനം ഉണ്ട്. അതാണ് ഞങ്ങളുടെ പഞ്ചായത്ത് കുപ്പി. ഞങ്ങളെല്ലാവർക്കും വെള്ളം തന്ന ആ കുപ്പിയിൽ നിങ്ങൾ വിചാരിക്കും പോലെയല്ല, അത്യാവശ്യം കുറേ മെമ്മറീസ് ഉണ്ട്. ഞങ്ങളെപ്പോഴും ആ കുപ്പി എടുത്തിട്ടാണ് വെള്ളം കുടിക്കാൻ പോയത്. ആ കുപ്പി സ്പോൺസർ ചെയ്തെന്ന അലൻ ചാക്കോനെ എല്ലാവരും ഒന്ന് നോക്കിക്കാട്ടെ. അതാണ് ഫസ്റ്റ് ഇയർന്ന് ഏകദേശം അത്രേ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ NSS കാഡറ്റ്സിന് ശരിക്കും ഞങ്ങൾ ഹൈസ്കൂൾ ലൈഫ് തുടങ്ങിയത് ഞങ്ങളെ ക്യാമ്പിൽ നിന്നാണ്. ക്യാമ്പ് ഒരു വാക്ക് പറഞ്ഞാലും അത് വിടാൻ പറ്റൂല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഗ്രേറ്റ്. അത്രയും ഫീൽ ഉണ്ടായൊരു സംഭവം വേറെ ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ സോ ഞങ്ങൾ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. ഞാൻ സ്പെഷ്യലി ജെയ്സൺ സാറ് പറയാണ്, ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ ജയ എന്നാണ് വിളിക്കാറ്. അടിപൊളി സാറാ. പിന്നെ എല്ലാ ടീച്ചേഴ്സും അടിപൊളിയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. സോ പിന്നെ ഞങ്ങളെ കൊമേഴ്സ് ക്ലാസ്സിൽ ഒരിക്കലും വിട്ടുമാറ്റാൻ പറ്റൂല ഞങ്ങളുടെ
അമ്മ എന്ന് വേണമെങ്കിലും പറയാം. ഞങ്ങൾക്ക് അനു മിസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്നേഹിക്കാൻ വേറെ ആരും. കാരണം അനു മിസ് അല്ലാണ്ട് വേറൊരു ടീച്ചറും ഞങ്ങളുടെ അടുത്ത് എപ്പോഴും വന്ന് ചോദിക്കില്ല. എൻ്റെ അടുത്തൊക്കെ വന്ന് ചോദിക്കും, നജാദെ പഠിക്കല്ലേ, സുഖല്ലേ, ഇങ്ങനെ സ്നേഹത്തോട് വേറെ ആരും ഇങ്ങനെ ചോദിക്കാറില്ല എന്നല്ല, ചോദിക്കാറൊക്കെ ഉണ്ട്, എന്നാലും അനു മിസ്സിൻ്റെ സ്ലാങ് വരത്തില്ല. സോ ഞാൻ ടീച്ചർമാരെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ. സോ ടീച്ചർമാരൊക്കെ അടിപൊളിയാ, ജസ്റ്റ് ക്ലാസ്സിൻ്റെ പുറത്താണെന്നേ ഉള്ളൂ. ആൻഡ് അവർ ക്ലാസ്സിൻ്റെ ഉള്ളിൽ കയറിയാൽ എന്താ ഒരു ബാധ പിടിച്ചു പോലെ. പക്ഷെ അല്ല ശരിക്കില്ലേ, നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, അത്യാവശ്യം ഒരു പോസിറ്റീവാണ്. നമ്മൾ പഠിപ്പിക്കുന്ന നേരം പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിക്കണം, അവിടെ ഫീലിങ്സ് ഒഴിവാക്കണം കുറച്ചൊക്കെ. ടീച്ചേഴ്സൊക്കെ അടിപൊളി, ഒരു ക്ലാപ്പ് പിടിക്കുക എല്ലാവരും, അടിപൊളി ടീച്ചേഴ്സാണ്, ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ സിബിഎച്ചൻ ഒരിക്കലും മറക്കാനേ പറ്റില്ല. സിബിഎച്ചൻ്റെ വാക്കുകളും അങ്ങനെ തന്നെ. ഞാൻ സിബിഎച്ചൻ പറഞ്ഞ പല വാക്കുകളും ഇതുവരെ മറന്നിട്ടില്ല. അത് നിങ്ങൾക്കും അങ്ങനെയാണ്. സിബിഎച്ചനാണ് നമ്മളെ സ്കൂളാക്കുന്നത്. സോ സിബിഎച്ചന് വേണ്ടി എല്ലാവർക്കും അധികം നീട്ടുന്നില്ല. സോ ഗൈസ് ബൈ. താങ്ക് യു ഗൈസ്. ഇനി കുറച്ച് എൻജോയ്മെന്റ് ആവാം അല്ലേ? ഒരു കിടുക്കാച്ചി ഡാൻസ് പെർഫോമൻസുമായി ഇതാ എത്തുന്നു ദി സ്റ്റുഡൻസ് ഓഫ് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. नवराई लाडाची लाडाची ग आवडहिला चंद्राची चंद्राची ग नवराई माझी नवसाची नवसाची ग अप्सरा जशी इंद्राची इंद्राची ग और आई चली शर्माती घबराती वो पिया के घर इटलाती बल खाती वो सुरमई नैना छलकाती छलकाती वो पिया के घर भरमाती सकुचाती वो बंदा जीता था खुल के तेरी गली में आया भूल के जी चंगा भला सी मैं लुट पुट गया मैं तो लुट पुट गया लुट पुट गया मैं तो गया मैं तो लुट पुट गया लुट पुट गया उड़की करा मैं तो
എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചന്റെ മോള് ചന്ദ്രിക കാനന ചായയിൽ ആടുമേക്കാൻ ഞാൻ നിന്നെയും കൊണ്ടുപോവാണ്. താങ്ക് യു ഗൈസ്. പാട്ട് മിക്കവരുടെയും ഒരു വീക്ക്നെസ് ആണല്ലേ. സോ ഇതാ എത്തുന്നു നന്ദു അരവിന്ദ് ഫ്രം +2 കൊമേഴ്സ്. तुझमें रब दिखता है यारा मैं क्या करूं, तुझमें रब दिखता है यारा मैं क्या करूं, सजदे सर झुकता है यारा मैं क्या करूं, तुझमें रब दिखता है यारा मैं क्या करूं. कैसी अधूरी कैसी मजबूरी मैंने नजरों से तुझे छू लिया. ओहो कभी तेरी खुशबू कभी तेरी बातें बिन मांगे जहां पा लिया. तू ही दिल की है रौनक, तू ही जन्मों की दौलत, और कुछ ना जानो बस इतना ही जानू, तुझमें रब दिखता है यारा मैं क्या करूं, तुझमें रब दिखता है यारा मैं क्या करूं, सजदे सर झुकता है यारा मैं क्या करूं, तुझमें रब दिखता है यारा मैं क्या करूं. झम आए मुझे तरसाए तेरा साया छेड़ के झूमता, ओहो तुझ मुस्काए तुझ शर्माए जैसे मेरा है खुदा झूमता. तू ही मेरी बरकत, तू ही मेरी इबादत, और कुछ ना जानो बस इतना ही जानू, तुझमें रब दिखता है यारा मैं क्या करूं, तुझमें रब दिखता है यारा मैं क्या करूं, सजदे सर झुकता है यारा मैं क्या करूं, तुझमें रब दिखता है यारा मैं क्या करूं. हसदी हसदी दिल रे दिल विच हसदी, हसदी 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 दिल रोवे ते हसदी. रब ने बना दी जोड़ी है. Thank you. Next, I call upon Wafa and Jasna to take us to the magical world of music.
जश्नबाजी की शाम है, क्रिकेट ताल पे ठुमके लगाए जालिमा। टुकुर 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 देख टक टुकुर 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 देख टक। देख लख लख परदेसी का, ain't nobody like my देसी का। देख लख लख परदेसी का, सबको सोनी साथी देसी का। ਅੱਖਰਾਂ ਬਦਾਮੀ ਇੱਕ ਲਾਟ ਵਰਗੀ, ਕਿੰਨੇ ਸੀ ਮੈਂ ਦੇਖਿਆ ਹਲਾਕ ਕਰ ਗਈ। ਕਿੰਨਿਆਂ ਦੇ ਦਿਲਾਂ ਤੇ ਚਲਾ ਗਈ ਯਾਰੀਆਂ, ਜਦੋਂ ਜਾਂਦੀ ਜਾਂਦੀ ਮੇਰੇ ਨਾਲ ਗੱਲ ਕਰ ਗਈ। ਕਰਦੀ ਸੀ ਪਤਾ ਹੱਥ ਉੱਤੇ ਟਾਈਮ ਦਾ, ਦੂਰ ਜਾਂਦੀ ਦੇਖ ਮੇਰਾ ਦਿਲ ਸਹਿੰਬਦਾ। ਕਹਿੰਦੀ ਮੈਨੂੰ ਮੇਰੇ ਕੋਲੋਂ ਹੱਥ ਜਾ ਛਡਾ ਕੇ ਹੁਣ ਜਾਂਦੇ ਹੋ ਗਏ 9:45। ਓਏ ਹੋਏ ਨੀ ਤੂੰ ਸੋਹਣੀ ਬਾਲੀ ਕਰਦਾ ਦਿਲ ਮਿਲਣ ਨੂੰ ਕਾਲੀ ਕਾਤੋਂ, ਤੂੰ ਡਰਦੀ ਕੁੜੀਏ ਲਾ ਲਈ ਮੇਰੇ ਨਾਲ ਜੇ ਯਾਰੀ। ਓਏ ਹੋਏ ਨੀ ਤੂੰ ਸੋਹਣੀ ਬਾਲੀ ਕਰਦਾ ਦਿਲ ਮਿਲਣ ਨੂੰ ਕਾਲੀ ਕਾਤੋਂ, ਤੂੰ ਡਰਦੀ ਕੁੜੀਏ ਲਾ ਲਈ ਮੇਰੇ ਨਾਲ ਜੇ ਯਾਰੀ। Hey yo, just beats. ਗੁੱਟ ਤੇ ਪਰਾਂਦਾ ਤੇਰਾ ਕਰਦਾ ਕਮਾਲੇ, ਬਿੱਲੀਆਂ ਬਲੌਰੀ ਅੱਖਾਂ ਕਰਦੀ ਸਵਾਲ ਕਰੇ ਮੱਟ ਮੱਟ ਨੀ ਤੂੰ ਫਿਰਨੀ ਦਿਖਾਲੀ। ਗੱਲਾਂ ਦੀ ਲਾਲੀ ਨੇ ਤੇ ਕੀਤੇ ਬੁਰੇ ਹਾਲ, ਬਿੱਲ ਗੁੱਟ ਤੇ ਪਰਾਂਦਾ ਤੇਰਾ ਕਰਦਾ ਕਮਾਲੇ, ਬਿੱਲੀਆਂ ਬਲੌਰੀ ਅੱਖਾਂ ਕਰਦੀ ਸਵਾਲ ਕਰੇ ਮੱਟ ਮੱਟ ਨੀ ਤੂੰ ਫਿਰਨੀ ਦਿਖਾਲੀ। ਗੱਲਾਂ ਦੀ ਲਾਲੀ ਨੇ ਤੇ ਕੀਤੇ ਬੁਰੇ ਹਾਲ, ਜਦੋਂ ਨਿਕਲੇ ਘਰੋਂ ਨੀ ਬਿੱਲੋ ਹੋ ਕੇ ਤਿਆਰ, ਤੇਰੇ ਪਿੱਛੇ ਪਿੱਛੇ ਘੁੰਮਦੀ ਆ ਮੁੰਡਿਆਂ ਦੀ ਡਾਰ। शर्माना तुझे नच के दिखा दूं, मेरा हो जाए जो मैं पर्दा गिरा दूं। आ तुझे अखियों में अपने बसा लूं, आ तू नखरे दिखा। Wanna be my chumma chalo, 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 wanna be my chumma chalo.
അടുത്തതായി മൊമന്റോ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മുടെ സ്കൂളിന്റെ യശസ് വാനോളം ഉയർത്തിയ മിടുക്കന്മാരെയും മിടുക്കുകളെയും നാം ഇവിടെ ആദരിക്കുകയാണ്. +1 ഫുൾ സ്കോർ വിന്നേഴ്സ് അദീന ഗിരീഷ്, +2 സയൻസ്. നമ്മൾ ഇപ്പോൾ നൽകുന്ന മൊമെന്റോ +1 ഫുൾ സ്കോർ നേടിയവർക്കും 1 മാർക്കിന് നിർഭാഗ്യം കൊണ്ട് ഫുൾ മാർക്ക് പോയവർക്കുമാണ് നമ്മൾ മൊമെന്റോ കൊടുക്കുന്നത്. എല്ലാ കൊല്ലവും ഫുൾ മാർക്ക് +1 വാങ്ങിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞത് അത് +2 ആവർത്തിക്കാറില്ല. ഗ്രേസ് മാർക്ക് ഇല്ലാതെ +2 ഫുൾ മാർക്ക് മേടിക്കുക എന്നുള്ള എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിന് മുമ്പ് 3 കുട്ടികൾക്ക് ഫുൾ സ്കോർ വന്നിട്ടുണ്ട്. അത് സെക്കൻഡ് ഇയറിലെ ഗ്രേസ് മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അത് നല്ല ശ്രമകരമാണ്, നല്ല ഭാഗ്യം വേണം, പക്ഷെ നമ്മൾ പരിശ്രമിക്കുക. 4 കുട്ടികൾക്ക് നല്ല സ്കോപ്പുണ്ട്. അത് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, നന്നായി അധ്വാനിക്കാൻ ഇടവരട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ടാണ് ഈ മൊമെന്റോ നൽകുന്നത്. ഇത് നിങ്ങൾ ഒരു എൻകറേജ്മെന്റ് ആണ്. അദീന ഗിരീഷ്, +2 സയൻസ്. ജോഷുവ വില്യംസ്, +2 സയൻസ്. അലീന റോസ്മിൻ, +2 സയൻസ്. ആൻഡ്രിയ ബിൽഫി, +2. അടുത്തതായി വെറും 1 മാർക്ക് മാത്രം നഷ്ടപ്പെട്ട കുട്ടികളെയാണ് ആദരിക്കുന്നത്. വി വെൽക്കം നിരഞ്ജന PM, +2 സയൻസ്. റിയോ S മാത്യു, +2 സയൻസ്. അനുപ്രിയ P, +2 ഹ്യൂമാനിറ്റീസ്. ആൻഡ് ആഘോഷ് നിഷാജ്, +2 കൊമേഴ്സ്. We are going to witness the most awaited moment, the declaration of the best outgoing students. I invite our respected principal to announce the best outgoing students. മുമ്പ് വരെ നമ്മുടെ സ്കൂളിലെ +2 ബാച്ചിൽ നിന്നും സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ വ്യത്യാസമില്ലാതെ ഏറ്റവും മികച്ച 3 പേരെ ടീച്ചേഴ്സ് വോട്ട് ചെയ്ത് പ്രഖ്യാപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൊമേഴ്സ് തന്നെയോ ഹ്യൂമാനിറ്റീസ് തന്നെയോ സയൻസ് തന്നെയോ ഇതിനു മുമ്പ് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ മാറ്റം വരുത്തി. ഓരോ ക്ലാസ്സിലും ഓരോ കുട്ടിയെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. അതിന് പ്രകാരം ആദ്യം നോമിനേഷൻസ് കളക്ട് ചെയ്യും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും, അതായത് ഓരോ ഫാക്കൽറ്റി. ഇപ്പോൾ സയൻസ് ബാച്ച് ആണെങ്കിൽ സയൻസ് ബാച്ചിലെ ടീച്ചേഴ്സ് പറയും നിങ്ങളൊരു 5 കുട്ടികളെ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുക. അതിന് നോമിനേഷൻസ് ആണ്. ആ 5 കുട്ടികളുടെ പേര് ഇതിനു മുമ്പ് വായിച്ചിരുന്നില്ല, പക്ഷെ ഇത്തവണ ഞാനത് വായിക്കാൻ പോവാണ്. അത് നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ കൂടിയാണ്. അതിനുശേഷം ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും കൂടി വോട്ട് ചെയ്തിട്ടാണ് ആ 5 പേരിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട്. അത്ഭുതം എന്ന് പറയട്ടെ, അത് വളരെ മൈന്യൂട്ട് വ്യത്യാസമേ വന്നിട്ടുള്ളൂ വോട്ടിങ്ങിൽ. അതേസമയം 3 ബാച്ചിൽ ധാരാളം നോമിനേഷൻസ് ഉണ്ടായിരുന്നതാണ്, 5 പേരെ പറ്റിയുള്ളൂ. അതുകൊണ്ടാണ് വലിയ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാൻ പറ്റിയ, ഒറ്റയടിക്ക് പറയാൻ പറ്റിയ ആളെന്ന് അധികം കുറവായിരുന്നു. അതേസമയം തീരെ മോശം എന്ന് പറയാനില്ല, അങ്ങനെ ഒരു ഈക്വൽ ഒരു കൊള്ളാവുന്ന ഒരു ടീം ആയിരുന്നു ഈ 3 ബാച്ചിൻ്റെയും. അത് വെച്ചിട്ടാണ് പിന്നെ മാഗസിന് വേണ്ടിയും ഫ്ലക്സ് അടിക്കാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. എല്ലാവരും ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻസ് തന്നെയാണ്. സയൻസിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നോമിനേഷൻസ് വായിക്കുകയാണ്. അലൻ ജോൺ സോണി, റിയോ S മാത്യു, ആൻഡ്രിയ ബിൽഫി, അധീന ഗിരീഷ്, ഐറിസ് സാറ ഗ്രീസൻ, ഈ 5 പേരാണ് അതിൽ നോമിനേഷൻ വന്നിരിക്കുന്നത്. ഓസ്കർ അവാർഡിൽ ഇങ്ങനെ പേര് പ്രഖ്യാപിക്കുമെങ്കിലും ഒരാൾക്കേ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് +2 സയൻസിൽ നിന്നും ടീച്ചേഴ്സിന്റെ മൊത്തം വോട്ട് നേടി ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിരിക്കുന്നത് ആൻഡ്രിയ ബിൽഫിയാണ്. +2 ഹ്യൂമാനിറ്റീസ് കിട്ടിയിരിക്കുന്ന നോമിനേഷൻസ് വോഹ PH, അനുപ്രിയ P, നേഹ മരിയ സജി, സഞ്ജന AS, അഞ്ജന ഷാജി, 5 പേരാണ് അതിൽ
ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് നേഹ മരിയ സജിയാണ്. കൊമേഴ്സ് ബാച്ച് നോമിനേഷൻസ്: ആഘോഷ് നിഷാദ്, സിയ സിബി, ദേവനാസ് കുമാർ, നന്ദു അരവിന്ദ് എസ്, മുഹമ്മദ് ഫൈസ്. ഇതിൽ ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡൻ്റായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് സിയ സിബിയാണ്. കൺഗ്രാലേഷൻസ്. Andrea Bilfi on stage of +2 Science. Next, best outgoing student of +2 Humanities, Neha Maria Saji. Next, best outgoing student of +2 Commerce, Sia Sibi. Now, we are proceeding to the most awaited moment, our CBHN's blessings. I invite CBHN to do the blessing. 13ാമത്തെ ബാച്ചാണ് നിങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചതൊക്കെ വെറും വൈകാരികമായ ചില പ്രകടനങ്ങൾ മാത്രമാണ്. അതിൽ ഹൃദയബന്ധം വരുന്നത് ഇപ്പോഴല്ല. ഇവിടെ നിങ്ങൾ പുറത്തിറങ്ങി പിന്നീട് നഴ്സിംഗ് ആകട്ടെ ഡിഗ്രി ആകട്ടെ പല ഇടങ്ങളിൽ യാത്ര ചെയ്ത് അവിടെ വെച്ച് നിങ്ങൾ പിന്നിട്ട ഏതെങ്കിലും കലാലയത്തിൻ്റെ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ പറയും, ചിലപ്പോൾ പറയും സെൻറ്റ് മേരീസിലെ +2 ആയിരുന്നു നല്ലത്, ചിലപ്പോൾ പറയും നിങ്ങൾ പഠിച്ച നഴ്സിംഗ് ആയിരിക്കും നന്നാകുക. അങ്ങനെ പറയുന്നവരുണ്ട്. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട്, ഇപ്പം ഞാൻ സംസാരിക്കുന്നത് വ്യക്തിപരമായിട്ടും നമ്മുടെ സെൻറ്റ് മേരീസ് ഫാമിലി എന്ന നിലയ്ക്കുമാണ്. നിങ്ങൾക്ക് ഈ സെൻഡ് ഓഫ് കൊണ്ട് നിങ്ങൾ ആരെയും യാത്രയാക്കുന്നില്ല. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പുതിയ കാര്യങ്ങളാണ്. ആരെ യാത്രയാക്കുന്നില്ല, നിങ്ങൾ ഈ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ ഭാഗമായി തീരുകയാണ്. ഇപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് 2010 മുതൽ കഴിഞ്ഞ കൊല്ലം വരെ ഈ +2 പൂർത്തിയാക്കിയ കുട്ടികളാണ് ഈ സെൻറ്റ് മേരീസ് സ്കൂളിലെ ഏറ്റവും വലിയ ശക്തി. ഇപ്പോൾ പഠിക്കുന്നവരല്ല. അവരുടെ മൗത്ത് പബ്ലിസിറ്റി, അവരുടെ നല്ല വാക്കുകൾ, അവർ പരസ്പരവും നാട്ടിലും അവർ പറയുന്ന വാക്കുകൾ ഇറങ്ങിപ്പോകുമ്പോൾ വരുമ്പോൾ പറയുന്നതല്ല. വന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാം, ഞങ്ങൾ ഉറപ്പായിട്ടും വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ മിക്കവാറും ശത്രുവായിരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കണ്ടറിയാം, ജൂനിയേഴ്സ് കണ്ടറിയാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു, അവിടെ വെച്ച് പറഞ്ഞ ആളല്ല CBHN, അവിടെ കണ്ട ആളല്ല CBHN, അവിടെ കണ്ട ആളല്ല പ്രീതാമിസ്, അവിടെ കണ്ട ആളല്ല ടീച്ചേഴ്സ് പിടിപ്പില്ല. പലരുടെ പിടിപ്പുണ്ട് നിങ്ങൾക്കറിയാം. അത് മറ്റോ ആരവാണ് തിരിച്ചറിയുന്നത് വളരെ വൈകിയാണ്. ചില +2 കഴിഞ്ഞിരിക്കും, +2 കഴിഞ്ഞ് പിന്നെയും കുറേ വർഷം കഴിഞ്ഞിരിക്കും ചിലപ്പോൾ തിരിച്ചറിയാൻ. ഇപ്പോൾ തന്നെ ആരെ അറിയുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് വൈകാരികം അല്ല, ഹൃദയബന്ധമാണ് നിർണായകം. ഹൃദയത്തോട് ചേർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിവിടെയല്ല, ഇവിടെ അങ്ങനെ തന്നെയാണ്. വികാരം മാറിക്കൊണ്ടിരിക്കും, ഹൃദയം എപ്പോഴും നിലനിൽക്കുന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഇതിൽ കടന്നുപോയ ചില കുട്ടികൾ. ഇന്നലെ വൈകുന്നേരം ഒരു കുട്ടി എന്നെ വിളിച്ചു. ആ കുട്ടിക്ക് പ്ലേസ്മെൻ്റായി ജോലി. ആൻമരിയ സജി, കണ്ണോത്താണ് വീട്. ഇവിടുത്തെ ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അച്ഛൻ അനുഗ്രഹിക്കണം. അതാ ഇന്നലെ ആൻമരിയ ഷാജു എന്ന് പറഞ്ഞ കുട്ടി ഇന്നലെ അവിടെ വന്നു. ആ കുട്ടി CA ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അതിൻ്റെ സന്തോഷം രേഖപ്പെടുത്താൻ വന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം അലയന ആൻ ഫിലിപ്പ്, കുപ്പായക്കോട് ഇവിടെയുള്ള കുട്ടി ഓസ്ട്രേലിയക്ക് പോവുകയാണ്, ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ പഠിച്ചു പോയ കുട്ടികളൊക്കെ വ്യക്തിപരമായി അല്ലാതെയും ഇപ്പോഴും ഈ നെഞ്ചിലുണ്ട്, ഈ ഹൃദയത്തിലുണ്ട്. ആ താഴെ ഫോട്ടോ വെച്ചെന്ന് കണ്ടാൽ മനസ്സിലാവും. നിങ്ങളെ ആരും ഇവിടെ യാത്രയാക്കുന്നില്ല. ഒരുപക്ഷെ ബാഹ്യമായി നിങ്ങൾ പടിയിറങ്ങിക്കാം, പക്ഷേ ഹൃദയത്തിൽ നിന്ന് പടിയിറങ്ങിയാൽ തീർന്നു. ഹൃദയത്തിൽ ചേർത്ത് വെക്കട്ടെ എല്ലാവരെയും. ബാക്കി അങ്ങനെ തന്നെയാണ്. ബാക്കിയെല്ലാം പോയി പോവും. ഇപ്പോൾ കാണുന്ന ഈ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഉറപ്പായിട്ടും വരുന്ന വല്ലതും മാറും, വേറെ ഫ്രണ്ട്ഷിപ്പ് വരും. ഞാൻ ചോദിച്ചു, ആ കുട്ടി നിങ്ങൾ ചങ്കലായിരുന്നു. ഓ, അപ്പം കണക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ സ്ഥലത്തേക്ക് പോയി. ഇതിലും വലിയ കാര്യം നിങ്ങൾ അടുത്ത സ്ഥലത്ത് കണ്ടേക്കാം. ഇത് ചെറിയൊരു കലാലയമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഓഫീസ്,
പ്രിൻസിപ്പൽ ഓഫീസ് നിങ്ങളുടെ അങ്ങനെ ഓഫീസ് കാണില്ല. ഏറ്റവും മോശം, കണ്ടാൽ പുറമെ ഒരു അലങ്കാരമൊന്നുമില്ല, ഒരു വൃത്തിയും സൗന്ദര്യമൊന്നുമില്ല നമ്മുടെ പ്രിൻസിപ്പൽ ഓഫീസിന്. നിങ്ങൾ ഇന്ന് നോക്കിയാൽ മതി. മറ്റു ചില കൊള്ളാവുന്ന നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂളിലെ ഓഫീസ് നോക്കുക, ഒരു അലങ്കാരമില്ല, ഒരു പ്രൗഢിയില്ല, ഒരു ഡെക്കറേഷൻ ഒന്നുമില്ല, വൃത്തിയും കുറവായിരിക്കും. അതങ്ങനെ ആയത് ഞാനും കുട്ടികളും ടീച്ചേഴ്സും നിരന്തരം രക്ഷിതാക്കളും നിരന്തരം കയറി ഇറങ്ങിയതുകൊണ്ടാണ്. ഇത്രയും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒരു ഓഫീസിനെ കയറി ഇറങ്ങാൻ പോകുന്നില്ല, ഫ്രീ ആയിട്ട് എല്ലാവർക്കും പ്രവേശിക്കാൻ നേരമായ ഓഫീസ് മാറി എന്നുള്ളതാണ് ഹൃദയബദ്ധത്തിൻ്റെ അടിസ്ഥാനം. അവിടെയാണ് ആർക്കും ഒരു അകലം വെച്ചില്ല. നിങ്ങൾ കാണുന്നതാണ് നമ്മൾ, ഒന്നും മറച്ചു വെച്ചിട്ടില്ല, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഫീസ് പിരിവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ, പൈസ എന്ന്. അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. CBSE സ്കൂളിൻ്റെ സ്റ്റൈലിലാണ് കൊണ്ടു നടക്കുന്നത്. CBSE സ്കൂളിലൊക്കെ കനത്ത ഫീസ് നേരത്തെ വാങ്ങിച്ചു വെക്കും, ഇവിടെ നടക്കില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്, നിങ്ങളുടെ പേരൻസ്, ഇതിന് മുമ്പ് പഠിച്ചു പോയ കുട്ടികളുടെ പേരൻസ്, എൻ്റെ രണ്ടാമത്തെ ശക്തി എന്ന് പറഞ്ഞത് നിങ്ങളുമല്ല, നിങ്ങളുടെ രക്ഷിതാക്കളാണ്. നിങ്ങൾ ചെന്ന് പറയണം, അത്രമാത്രം ഹൃദയം കൊണ്ട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട് നിങ്ങളോട്. അതിന് കാരണം എന്തെന്നറിയാമോ? ആ രക്ഷിതാക്കളാണ് നിങ്ങളെ അടുത്ത കുട്ടിയെ ഇവിടെ ചേർക്കാൻ വേണ്ടി. 4ാമത്തെ കുട്ടി പഠിച്ചത് ഇവിടെ ജാൻസീറ്റിൻ്റെ 3 ചേച്ചിമാർ ഇവിടെ പഠിച്ചതാണ്. ആദ്യത്തെയാണ് ഞാൻ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 3 പേര് പഠിച്ച ധാരാളമുണ്ട്, പക്ഷെ 4 ആദ്യത്തെയാണ്. ഒരു വീട്ടിൽ 4 കുട്ടികളെങ്കിലും വേണമെന്ന് ചിന്തിക്കുന്നതല്ല ഞാൻ. നിങ്ങൾക്ക് തമാശ തോന്നിയേക്കാം, അതിന് കാരണമുണ്ട്. അദ്ദേഹം പറഞ്ഞു വന്നത് നിങ്ങളുടെ രക്ഷിതാക്കളാണ്. ഞാൻ ഒരു കാര്യം മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ വളരെ ഉദാരമായിട്ട്, നമ്മുടെ ഈ സ്കൂളിനെ നടത്തുന്നത് കൂടെ നിങ്ങളുടെ പേരൻസാണ്, ഞങ്ങളല്ല. കുറച്ച് പുറത്തുനിന്ന് കൊണ്ടുവരും, അവിടെ ഇപ്പം ഭാഗ്യസിനൊക്കെ ഇറക്കാൻ നേരത്ത് പുറത്തുനിന്ന് കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ സീനിയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് കൈയടി വേണ്ട, നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് ഒരു കൈയടി കൊടുക്കാമല്ലോ ദയവായി എല്ലാവരും ഒന്ന്. എനിക്ക് പറയാനുള്ളത്, ദയവേത് നിങ്ങളുടെ അച്ഛനും അമ്മയുമായി ഹൃദയബന്ധം നിങ്ങൾ തകർക്കരുത്. ആദ്യത്തെ സ്റ്റെപ്പ് അവിടെയാണ്. 3ാമത്തേത് മാത്രമേ നിങ്ങളാകുന്നുള്ളൂ. പക്ഷെ അത് മോശമൊന്നുമല്ല. നിങ്ങളും ആ പൂർവ്വ വിദ്യാർത്ഥികളുടെ ലിസ്റ്റിൽ ശക്തിയായി നിലകൊള്ളുകയാണ്. ആ കാണുന്ന നേരത്തെ പറഞ്ഞ ടേസ്റ്റ് പാർക്ക്, നമ്മുടെ എന്താണ് ആവശ്യം, എന്താ വേണ്ടത്, അവരങ്ങനെയാണ്. അതുപോലെ ജോലിക്കാരൊക്കെ പുറത്തുമൊക്കെ ഉണ്ട്, ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ ചോദിക്കാതെ കൊണ്ട് തരും. അങ്ങനെയാണ് ആ ടേസ്റ്റ് പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. 1.5 ലക്ഷം രൂപ മുടക്കി ചെയ്തിരിക്കുന്നതാണ്. പല കുട്ടികളുടെയും ബസ് ഫീസിൻ്റെ ചെറിയ വിഭാഗം തരുന്നത് പൂർവ്വ വിദ്യാർത്ഥികളാണ്. ചില കുട്ടികൾക്കൊക്കെ വീട്ടിൽ സാമ്പത്തിക പ്രയാസം കാരണം നിങ്ങൾ ബസ്സിൽ കയറിക്കോളൂ ആണ് ഞാൻ പറഞ്ഞത്. ചങ്കാണ്, നിങ്ങളും അങ്ങനെ തന്നെ നിങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. താങ്ക് യു എല്ലാവർക്കും, നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇനി അടുത്തത് നമുക്ക് ഇനി കുറച്ച് അറിയിപ്പുകളൊക്കെ ഉണ്ട്. മറ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല, എല്ലാം ധാരാളം പറഞ്ഞതാണ്. ഓഗസ്റ്റ് 25-ാം തീയതി തുടങ്ങി, അന്ന് ഏറ്റവും അധികം ഞാൻ സംസാരിച്ചു, ഇപ്പോൾ ലാസ്റ്റ് സംസാരിക്കുന്നു. ഇനി ഉപദേശങ്ങളും സംസാരങ്ങളൊന്നുമില്ല, ഇനി സൗഹൃദം മാത്രമേ ഉള്ളൂ. എല്ലാ ബാച്ചുകളെയും പോലെ നേരത്തെ പറഞ്ഞാൽ ആരും വെറുതെ എന്നും ഒരു ടീച്ചറിന് എല്ലാ കുട്ടികളും ഒരുപോലെ ഒന്നും എനിക്ക് പറയാനാവില്ല. അത് വെറുതെ നാടകം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ സൗഹൃദം എന്നൊരു കാര്യമുണ്ട്. സൗഹൃദം ഒരുപോലെ എല്ലാവരുടെയും പറ്റില്ല, നിങ്ങൾക്കും പറ്റില്ല. ഗുരു എന്ന നിലയ്ക്ക് എല്ലാ ശിഷ്യരും ഒരുപോലെയാണ്. ഗുരു ശിഷ്യബന്ധം ഒരുപോലെയാണ്. ഒരു പാഴ്ശാലിറ്റിയും പാടില്ല, ഒരു വ്യത്യാസവും പാടില്ല, ഒരു സ്നേഹത്തിനെ ഒരു കുറവ് വരുത്താൻ പാടില്ല. ഈ കുട്ടിക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അത് ഒട്ടും ഈ കുട്ടിക്ക് പറയാൻ പാടില്ല. ഞാൻ പറയുന്നത് സ്നേഹമാണ്, ഏറ്റവും വലിയ സ്നേഹമാണ്. എന്നാൽ സൗഹൃദം അങ്ങനെയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ പലരും കമ്പനി ആവില്ലായിരുന്നു. അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും, ടീച്ചേഴ്സിനൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ അടുത്ത സൗഹൃദങ്ങളുള്ള കുറേ കുട്ടികൾ എല്ലാ ബാച്ചിലും എനിക്കുണ്ട്. അത് ഈ ബാച്ചിലുമുണ്ട്, അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ആ സൗഹൃദമായിരിക്കും നമ്മൾ നിലനിർത്തുക. നിങ്ങൾക്കാകട്ടെ ഈ സ്കൂളിലെ പല ടീച്ചേഴ്സുമായും സൗഹൃദമുണ്ട്. അതൊക്കെയാണ്, അച്ഛാ സ്കൂളിലേക്ക് വരട്ടെ, ടീച്ചേഴ്സിനെ കാണണം. സൗഹൃദത്തിൻ്റെ ലെവൽ എങ്ങനെയാണ്? എൻ്റെ അടുത്ത് ഫ്രീഡം ഇല്ലാത്ത കുറേ കുട്ടികൾക്ക് ബിനേഴ്സിൻ്റെ അടുത്ത് ഫ്രീഡം ഉണ്ട്. അപ്പം നിങ്ങളുടെ പലരുടെയും ബെസ്റ്റ് അധ്യാപകൻ ബിനേഴ്സിനാണ്. നിങ്ങൾ പലരുടെയും ബെസ്റ്റ് ടീച്ചർ ലിജോസ് സാറാണ്, ടീച്ചേഴ്സാണ്. ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ആരോട് മാച്ചാകുന്നു ആ സൗഹൃദം സ്ഥാപിച്ചുകൊള്ളുക. തിന്മയുണ്ടാകരുത് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഞാൻ കാണുന്നത് നിങ്ങളുടെ ജൂനിയേഴ്സ് ഇപ്പം അത്രയും നിങ്ങൾക്കുണ്ടായിട്ടില്ല. അവരുടെ സൗഹൃദം കാരണം പലപ്പോഴും അവിടെ വഴിതെറ്റി പോയിട്ടുണ്ട് നിങ്ങളുടെ ജൂനിയേഴ്സ്. ഞാൻ പുറകെ പഠിച്ചുകൊണ്ടിരിക്കുക, എവിടെ പോയാലും തന്നെ നമുക്ക് ആ സൗഹൃദം നിലനിർത്താം. പലരുടെയും ഞാൻ ആ കണ്ണുകൾ കാണുന്നുണ്ട് എന്തുമാത്രം സൗഹൃദമുണ്ടെന്ന്. സൗഹൃദം സ്നേഹ വ്യത്യാസമുണ്ട്. സൗഹൃദം സ്നേഹം ഏറ്റവും ഏറ്റവും വലുത്, തൊടുതാഴെ സൗഹൃദം. പക്ഷേ രണ്ടും ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്കിനി ചില അറിയിപ്പുകളൊക്കെ ഉണ്ട്. ഒന്ന്, നമ്മൾ ഇതുവരെ ഈ 13 ബാച്ചുകളിൽ +1 റിസൾട്ടിൽ നിങ്ങളെക്കാൾ
A+ നേടിയ മറ്റൊരു ബാച്ച് ഉണ്ടായിട്ടില്ല. 53 A+ ഇതുവരെ ഈ 13 ബാച്ചിലും ഉണ്ടായിട്ടില്ല. സാധാരണഗതിക്ക് +1 A+ നിന്ന് ഒരു മിനിമം ഒരു 10 A+ എങ്കിലും പബ്ലിക് എക്സാമിൽ കൂടാറുണ്ട്. അത് കൂട്ടുക എന്നുള്ളത് ഇപ്പോൾ എടുക്കേണ്ട ദൃഢനിശ്ചയമാണ്. 2, 3, 4% മാർക്ക് ഫുൾ A+ പോയ കുട്ടികൾ അത് മേടിക്കാനുള്ള ആദ്യ ആവേശം ഇപ്പോൾ നിങ്ങൾ ഉറപ്പിക്കണം. അതേസമയം ഏറ്റവും അധികം ഫുൾ A+ നേടിയ ബാച്ച് കോവിഡ് കഴിഞ്ഞ് 2021 ഇറങ്ങിയ ബാച്ചാണ്. 78 ഫുൾ A+ വന്നായിരുന്നു. അത് കുറേ മാർക്കൊക്കെ വെറുതെ വാരി കൊടുത്തതിൻ്റെയാണ്. നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും ഒരു ടീച്ചറും തരില്ല വെറുതെ. എന്ന് ഞാൻ പറഞ്ഞു, ഈ 4 പേർക്ക് ഒരു മാർക്ക് പോയില്ലേ, ആ ടീച്ചേഴ്സ് പറയായിരുന്നു അയ്യോ 1 മാർക്കല്ലേ പോയുള്ളൂ, അത് കൊടുത്തേക്കാം. അങ്ങനെ ചിന്തിക്കില്ല. അതാണ് ഹയർ സെക്കൻഡറി. 1 മാർക്ക് പോയാൽ പോട്ടെ, അത്ര വേണ്ട. അതാണ് പെർഫെക്ഷൻ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് വെറുതെ ആരും മാർക്ക് ഇട്ടെന്ന് വിചാരിക്കരുത്. ദയവായി ആരും കോപ്പി അടിക്കരുത്. ഈ വർഷം സ്ട്രിക്റ്റാണ്. നിങ്ങളുടെ ലൈഫ് അവിടെ ഡിബാർ ചെയ്യപ്പെട്ടിരിക്കും. കിട്ടുന്നത് മതി, പക്ഷേ ശരിക്കും വർക്ക് ചെയ്താൽ മതി. അതാണ് +2 നമ്മൾ ഇനി ഒരുമിച്ച് കാണുന്നത് വിജയോത്സവത്തിലാണ്. ഞങ്ങളുടെ ആഗ്രഹം, ഈ ഫോട്ടോ കണ്ടില്ലേ, എല്ലാ കൊല്ലവും ഫോട്ടോ എടുത്ത് വെക്കും. ഞങ്ങൾ പറയും കിട്ടിയാൽ കിട്ടി, പോയാൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ. എന്ന് പറഞ്ഞാൽ 100% കിട്ടിയാൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. 2006 മുതൽ ഞങ്ങളിങ്ങനെ മൊത്തം ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേ 3 തവണ മാത്രമേ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എല്ലാവരും പാസ്സായ ചേർത്ത് 2019, 20, 21 ഈ 3 ബാച്ചും 100% ആയിരുന്നു. അതിന് മുമ്പ് ഓരോ കുട്ടി തോറ്റിട്ടാണ് 100% പോയത്. ഓരോ കുട്ടി അതിന് മുമ്പ് 3 കൊല്ലക്കാലം. പിന്നെ കോവിഡ് കാലത്ത് 1-2 പേര് പോയി. കഴിഞ്ഞ വർഷം സയൻസിലൊരു കുട്ടി, കൊമേഴ്സിലൊരു കുട്ടി, ഹ്യൂമാനിറ്റീസിൽ 6-7 കുട്ടികൾ തോറ്റിട്ടുണ്ട്. ഹയർ സെക്കൻഡറിക്ക് തോക്കണമെങ്കിൽ അസാമാന്യമായ കഴിവ് വേണം. തോക്കണമെങ്കിൽ ഇത്ര പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചാൽ മതി. ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാവരും പാസ്സാകും തന്നെയാണ്. സയൻസ് മാത്രമേ ഇപ്പോൾ നിലവിൽ 100% ഉള്ളൂ. 1-2 കുട്ടികൾ കൊമേഴ്സിൽ ഓരോ വിഷയങ്ങൾക്ക് പോയിട്ടുണ്ട്. അത് ഇരുന്ന് നന്നായിട്ട് ആ കുട്ടികൾക്കറിയാം. ഹ്യൂമാനിറ്റീസിലെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അത് ജയിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാം. നമുക്കിനി ബാക്കിയുള്ളത് ഹോൾ ടിക്കറ്റിന് തിരിച്ചു വന്നിട്ട് തരുന്നുണ്ട്. എന്തുകൊണ്ട് ചോദിച്ചാൽ, ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഭാരം വലുതാണ്. ഒരു സ്കൂൾ ബസ് ഓടിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരിടത്തുമില്ല, ഹയർ സെക്കൻഡറിക്ക് മാത്രമായിട്ട്. അതിന് ഗുണമുണ്ട്, ദോഷങ്ങളുമുണ്ട്. വേറെ കാര്യം, എല്ലാവരും കമ്പൽസറി പോകുക എന്നുള്ളതാണ്. പിന്നെ പല പ്രസ്ഥാനങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. അതൊക്കെ നിങ്ങളോട് സഹകരിക്കുമ്പോഴാണ്. അനാവശ്യം ആരുടെ ഞാൻ പൈസ പിരിക്കുന്നില്ല. പലയിടത്തുനിന്നും കൊണ്ടുവന്നെങ്കിൽ അതുകൊണ്ട് തന്നെ ആ കണക്കുകളൊക്കെ തീർക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് സമയമുണ്ട് ഹോൾ ടിക്കറ്റ് അല്ല TC മേടിക്കാനും. എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്. ഇവിടുത്തെ ആൺകുട്ടിയോട് പറയാനുള്ള കാര്യം, ഞാനൊക്കെ പുൽപ്പള്ളിയിൽ മുളക് പറിക്കാൻ പോയി പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെ, നിങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കാം, ജോലി എടുത്ത് വാർക്ക പണിക്ക് പോയാൽ മതി. വെറുതെ കാരണന്മാരെ ആശ്രയിക്കരുത്, പണിയെടുത്ത് നോക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാ കണക്കും തീർക്കുക. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ തന്നിരിക്കുന്നതാണ്. മാർച്ച് വരെകളിൽ തീർക്കണം ഈ മോഡൽ പരീക്ഷാ കാലത്ത്. ഓക്കെ, നിങ്ങൾ സഹകരിച്ച് തീരും, അല്ലെങ്കിൽ എനിക്ക് കടം വിട്ടാനുള്ളതാണ്. അടുത്ത കാര്യം നമ്മുടെ ആനുവൽ മാഗസിനാണ്. അതൊരു അഭിമാനത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. വരുന്നവരെല്ലാം അത്ഭുതപ്പെടുന്ന കാര്യം, ഇങ്ങനെ ഒരു മാഗസിൻ ഇറക്കാനായിട്ട്. ആദ്യമേ പറയേണ്ട ഈ മാഗസിൻ്റെ പിന്നിൽ ഇരിക്കുന്ന കഴിഞ്ഞ ഒരു 9 കൊല്ലമായി നമ്മുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫാണ് വിനീത്. ഒരു കഴിവെടുത്ത വിനീതിന് കേട്ടോ. താങ്ക് യു. ഇനി കാണാം, നമ്മൾ ഇനി പരിചയപ്പെടും. എല്ലാ ടീച്ചേഴ്സിൻ്റെ കൂടെ ഉള്ളതാ. ലിജോ സാർ വന്നിട്ടില്ല. ക്ലാസ് ടീച്ചേഴ്സ് ചെയ്ത സേവനം വളരെ വലുതാണ്. നല്ലൊരു കൈ കൊടുക്കാൻ ലിജോ സാറിന്. ദീപ മിസ്, അനു മിസ്, അതുപോലെ ഇവരുടെ കൂടെ എപ്പോഴും നമ്മുടെ ടീച്ചേഴ്സ് ടീം എപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ ശക്തി ഇവരാണ്. ബിനേഷത്തിൻ്റെ സാന്നിധ്യം മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രസ്റ്റീജ് ഇവിടെയുണ്ട്. മനേഷ് ഭായ്, അതുപോലെ സഞ്ജു, 2 പേരും ടൂറിന് ചെയ്ത സഹായം കണ്ടതാണ്. അങ്ങനെ ഈ ഫാമിലി മുമ്പോട്ട് പോവുകയാണ്. അത് ജോയിൻ ചെയ്യുക. ആൻഡ് യു ആർ അവർ ബെസ്റ്റ് ടീം. താങ്ക് യു. Thank you, Father. Now we are at the end of the function. I invite Alina Rosman for the vote of thanks. ഞാൻ എന്തായാലും വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞതിന് മുമ്പ് ഇപ്പം ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇപ്പം ഐസ്ക്രീം തിന്നാൻ വേണ്ടിയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയും കൊതിച്ചിരിക്കാമെന്ന് എനിക്കറിയാം. സമയമൊക്കെ പോയി. ഇപ്പം ഈ സ്കൂളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് വോട്ട് ഓഫ് താങ്ക്സിലുപരി എനിക്ക് എന്നെക്കുറിച്ച് പറയാനുണ്ടെന്ന്. ഇപ്പം തന്നെ അവർ അലീന റോസ്മിൻ എന്ന് അനൗൺസ് ചെയ്ത് കഴിയുമ്പം നിങ്ങളെല്ലാവരും പെട്ടെന്ന് പഠിപ്പി, അവൾ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് ഫോർമലായിട്ട് ഞാൻ ഇവിടെ എനിക്ക് ഒരുമാതിരിപ്പെട്ട ആരുമായിട്ട് ഞാൻ അത്ര കമ്പനിയൊന്നുമല്ല. കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്, ഭയങ്കര ടെൻഷനായിട്ടാണ്. വേണ്ട,
ഞാൻ ഭയങ്കര കമ്പനി കഴിഞ്ഞാൽ മാത്രം ഞാൻ അത്ര സംസാരിക്കുള്ളൂ. അതിപ്പം ഇവിടെയുള്ള ഞങ്ങൾ 6 പേരിലും അതുപോലെ തന്നെ ഫീമെയിലോട് ക്ലാസ്സിൽ അത്യാവശ്യം കമ്പനി ഉള്ളവരോട് മാത്രമേ ഞാൻ അങ്ങനെ സംസാരിക്കുള്ളൂ. വേറെ കൊമേഴ്സിലെ ബോയ്സിനോടാണെങ്കിലും എൻ്റെ ക്ലാസ്സിലെ തന്നെ ബോയ്സിനോടാണെങ്കിലും ഹ്യൂമാനിറ്റീസിലെ ബോയ്സിനോടാണെങ്കിലും ഗേൾസിനോടാണെങ്കിലും ഞാനൊന്നും അത്ര കമ്പനിയല്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് ആണ്, ഇത് ശരിക്കും എനിക്ക് വന്നൊന്നുമല്ല, അവന്മാർ മാറ്റി മാറ്റി എനിക്ക് തന്നതാണ്. അപ്പം ഞാൻ ഭയങ്കര ഫോർമലായിട്ടാണ് പറയും. ഇപ്പോൾ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ സിമ്പിളായിട്ട് ഞാനായിട്ട് തന്നെ പറയാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞവരും ആരും തന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തുടങ്ങുവാണ്. നമ്മുടെ മാനേജർ അച്ഛൻ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും വന്ന് നമുക്ക് നല്ലൊരു ഭാവിയിൽ എന്താവണം എന്നൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന മാനേജർ അച്ഛന് നമ്മുടെ സെൻറ്റ് മേരീസ് ഫാമിലിയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് CBSE ഞാൻ ശരിക്കും പറഞ്ഞ പേപ്പറിലെല്ലാം പ്രിപ്പയർ ആയിട്ട് എല്ലാവർക്കും വിശേഷണങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് പഠിച്ച് വന്നാണ്. അപ്പോൾ ഇവരിങ്ങനെ മാറ്റി മാറ്റി കളിച്ച് എൻ്റെ എല്ലാം തകരമാരായിപ്പോയി. അതുപോലെ CBSE വിശേഷണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇവിടെ വന്ന കാലം തൊട്ടുള്ള ഏത് പരിപാടിക്കാണെങ്കിലും സ്വാഗത പ്രസംഗത്തിലാണെങ്കിലും വോട്ട് ഓഫ് താങ്ക്സിലാണെങ്കിലും ഇങ്ങനെ എല്ലാവരും കുറേ വിശേഷണങ്ങളൊക്കെ കൊടുത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇനിയൊന്നും സ്പോട്ട് ഔട്ട് ചെയ്യുന്നില്ല. എന്തായാലും ഈ പരിപാടി ഞങ്ങൾക്കായി ഒരുക്കി തന്ന CBSE ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ സെൻറ്റ് മേരീസ് ഫാമിലിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തായിട്ട് ജിഷാംസിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് മാത്രം ഞാനത് പറയുന്നു. എപ്പോഴും ചുരുങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് വലിയ കയ്യടി നേടുന്ന ഈ സ്കൂളിലെ തന്നെ ഏക വ്യക്തിയാണ് നമ്മുടെ ജിഷാംസാണ്. വരുന്നു, ആശംസ പറയുന്നു, നിർത്തുന്നു. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണത്. സോ ജിഷാംസിന് വളരെ ചുരുക്കിയ വാക്കിൽ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് അനു മിസ്, ദീപ മിസ്, നമ്മളോട് 2 വർഷം നമ്മളെ സഹിച്ച് നമ്മുടെ കൂടത്തിൽ നടന്ന് നമ്മളെ നയിച്ച ദീപ മിസ്സിനും അനു മിസ്സിനും ഒപ്പം ഈ സെൻറ്റ് മേരീസ് ഫാമിലിയിലെ എല്ലാ ടീച്ചർമാർക്കും നമ്മുടെ ലാബിലെ ചേട്ടന്മാർക്കും പ്രസ്റ്റീജറിനും എല്ലാവർക്കും ഞങ്ങൾ എല്ലാ വിദ്യാർത്ഥികളുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച് സംസാരിച്ച നമ്മുടെ സ്കൂൾ ചെയർപേഴ്സൺ അശ്വിൻ ബിനുവിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇനി ഇവിടെ പരിപാടികൾ അവതരിപ്പിച്ച കുറേ വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. സോ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ പരിപാടിയിൽ പങ്കെടുത്ത എൻ്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു.